ഓക്കെ, അപ്പോ ഷാർപ്പ് 3:30 ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഈ സയൻസ് സന്ധ്യയിലേക്ക് സ്വാഗതം. SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന SMT അക്കാഡമിയുടെ ഫൗണ്ടറും കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ സന്തോഷ് മാധവൻ സാർ നയിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് PS തോമസ്. ഞാൻ സന്തോഷ് സാറിന്റെ ക്ലാസ്സിൽ ട്രേഡിംഗ് സൈക്കോളജി എടുക്കുന്ന വ്യക്തിയാണ്. എന്റെ പേര് PS തോമസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം പണമാണ്. ലക്ഷ്യം പണമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണമാണ് നമുക്ക് നേടാൻ കഴിയുക. മറ്റൊരു ബൈ പ്രോഡക്റ്റും അവിടെ നിന്ന് ലഭിക്കാനില്ല. പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള മേഖലയുമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് പിന്നാലെ പറയാം. ഏതായാലും എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി വൈകി വരുന്നവർക്ക് മിസ്സാവുമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ റൈറ്റ് ടൈമിൽ തന്നെ ആരംഭിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയായ, ഏറ്റവും എളുപ്പമുള്ള മേഖലയായ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണം നേടാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും സമ്പത്ത് നേടാനും പഠിപ്പിക്കാം. 100% ഉറപ്പോടുകൂടി തന്നെ. അത് ഇന്നത്തെ ഈ 2 മണിക്കൂർ സെഷനിൽ തന്നെ നിങ്ങൾക്കത് ബോധ്യമാകും. അപ്പോൾ ഇന്നത്തെ ഈ 2 മണിക്കൂർ സെഷനിൽ തന്നെ പണം ഉണ്ടാക്കാനുള്ള നിരവധി രഹസ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടാകും. വളരെ ശ്രദ്ധാപൂർവം എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഒരു സ്റ്റുഡന്റിന്റെ ധർമ്മം എന്ന നിലയ്ക്ക് പരിശോധനാ മനോഭാവത്തോടെ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഈ 2 മണിക്കൂർ സെഷൻ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയുമെന്ന് ഇന്ന് തന്നെ ബോധ്യമാവുക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയണം. എന്തുകൊണ്ടെന്നാൽ ഇനി ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ പ്രസ്താവനകളും സത്യമാണോ, അവനവന്റെ സാമ്പത്തിക ജീവിതത്തിന് ബാധകമാണോ എന്നുള്ള പരിശോധനാ മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓരോ പ്രസ്താവനകളും പരിശോധിക്കുക. അവനവന്റെ സാമ്പത്തിക ജീവിതത്തിന് 100% ബാധകമാണ്, സത്യമാണ്, പ്രായോഗികമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ അറിവായി മാറണം. കാരണം ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. ശരിയല്ലേ? ഓരോ പ്രസ്താവനയും പരിശോധിച്ചോളൂ. ഇടയ്ക്ക് നമുക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത് കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാം. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. അപ്പോൾ നാം പുതിയ അറിവുകൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. പുതിയ അറിവുകൾ നമുക്ക് സ്വീകാര്യമാകണമെങ്കിൽ, അതായത് ഇന്നലെ വരെയുള്ള ഒരു അറിവല്ല ശരിയായത്, മറ്റൊന്നാണ് ശരി എന്ന ബോധ്യത്തോടെ അതിനെ സ്വാംശീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിനാവശ്യമായവ നടപ്പാക്കുകയും ചെയ്യുന്നതിനെയാണ് ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ എന്ന ആപ്തവാക്യത്തിന് അടിസ്ഥാനം. അപ്പോൾ നാം മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെയോ മറ്റു സാമ്പത്തിക മാർഗങ്ങളെയോ മേഖലകളെയോ അല്ല മാറ്റാൻ കഴിയുക. നമ്മിൽ തന്നെ വരുത്തുന്ന മാറ്റമാണ് നമുക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഇനി അങ്ങോട്ട് പുതുതായി നേടിത്തരിക. അപ്പോൾ നമുക്ക് മറ്റൊന്നിനെയും അല്ല മാറ്റാൻ കഴിയുക, നമ്മിലാണ് മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. നമ്മുടെ അറിവിന്റെ തലങ്ങളിലാണ് മാറ്റം വരുത്താൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമാകുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ തർക്ക വിഷയമായേക്കാം. പക്ഷെ നിങ്ങൾക്ക് 100% ബോധ്യമാകുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ നിലപാടായി മാറണം. ആ നിലപാട് നടപ്പാക്കാനുള്ള ആർജവവും നിങ്ങൾക്കുണ്ടാവണം. നമ്മുടെ നിലപാടുകൾ, അവനവന്റെ നിലപാടുകൾ നടപ്പാക്കാൻ ആർജവവും മടിയും ഉള്ളവരാണ് പിന്തള്ളപ്പെട്ടു പോകുന്നത്. നമുക്ക് നോക്കാം. പണമാണ് ലക്ഷ്യം, ഒരു സംശയവുമില്ല. അത് സംശയമുള്ള വിഷയമല്ല, തർക്ക വിഷയമല്ല. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം പണമാണ്. ഏതൊരാൾക്കും ഇപ്പോഴുള്ള ജോലിയോടൊപ്പമോ ബിസിനസ്സിനോടൊപ്പമോ പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ആഗ്രഹിക്കുന്നത്രയും പണം നേടാം, സമ്പത്ത് വർദ്ധിപ്പിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ചില രഹസ്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. ശ്രദ്ധാപൂർവം മുൻവിധികളെല്ലാം മാറ്റിവെച്ച് മുൻ പറഞ്ഞതുപോലെ പഠന മനോഭാവത്തോടെ കേൾക്കുക. 100% സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ അറിവായി മാറ്റുക, നടപ്പാക്കുകയും ചെയ്യുക. ആദ്യമേ നാം പരിശോധിക്കേണ്ടത് പണമാണ് ലക്ഷ്യം. ഒരേ അവസരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധനാ വിഷയമാക്കേണ്ടത്. ഒരേ സാമ്പത്തിക അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം, ഒരേ സാമ്പത്തിക അവസരങ്ങളിലേക്ക് സാധ്യത കണ്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്കറിയാം. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ആകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആവട്ടെ,
ഓപ്ഷൻ ബൈയിങ് ആവട്ടെ, ഓപ്ഷൻ സെല്ലിംഗ് ആവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഏത് സെഗ്മെന്റുകളാകട്ടെ, ഏത് ഏരിയകളാകട്ടെ, എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. ഇനി സ്റ്റോക്ക് മാർക്കറ്റും മറ്റു സാമ്പത്തിക മേഖലകളും ആയി താരതമ്യം ചെയ്താലോ, അവിടെയും ഇല്ല. അതിപ്പോ ഗോൾഡ്, സ്വർണ്ണ വ്യാപാരമാകട്ടെ, തുണി വ്യാപാരമാകട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, പെട്രോ കെമിക്കൽ ആകട്ടെ, ഫാർമ മേഖലയാകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, ഏത് സാമ്പത്തിക മേഖലയാകട്ടെ, ഇറങ്ങി തിരിച്ചത് കൊണ്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ ഇറങ്ങി തിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്, ഏതെങ്കിലും ഒരു വമ്പൻ മേഖലയിലേക്ക് അതിന്റെ സാധ്യത കണ്ടത് കൊണ്ട് മാത്രം, അതിലേക്ക് കാൽ വെച്ചത് കൊണ്ട് മാത്രം പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നതുമാണ്. അല്ലെങ്കിൽ ഒരു മേഖലയായതുകൊണ്ട്, ഏതെങ്കിലും ഒരു മേഖലയായതുകൊണ്ട് പണം ഉണ്ടാകണമെന്ന് ഉറപ്പില്ല എന്നുള്ളതാണ്. അതൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ പണത്തിന്റെ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അതായത് ഗോൾഡിൽ, സ്വർണ്ണ വ്യാപാരത്തിലേക്ക് ഇറങ്ങി പൊളിയുന്നവരുമുണ്ട്, ആക്രിയിൽ കോടികൾ സമ്പാദിക്കുന്നവരുമുണ്ട്. അതായത് ഗോൾഡ് ആയതുകൊണ്ട് നേടാമെന്ന് ഉറപ്പുമില്ല, ആക്രി ആയതുകൊണ്ട് പൊളിയുമെന്ന് ഉറപ്പുമില്ല. ആക്രിയിൽ കോടികൾ സമ്പാദിക്കുന്നവരുമുണ്ട്, ഗോൾഡിൽ പൊളിയുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് പണത്തിന്റെ രഹസ്യം? നമുക്കൊന്നുകൂടി നോക്കാം. ഇത് ശ്രദ്ധാപൂർവം, ഈ പോയിന്റുകൾ ശ്രദ്ധാപൂർവം നിങ്ങൾ ഒന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് സാമ്പത്തികാന്വേഷികളായ എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കാം എന്ന് കരുതുന്നു. അതല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയുന്നവരോട് നമുക്കൊന്ന് കമന്റ് ഇടാനോ അല്ലെങ്കിൽ ഉത്തരം പറയാനോ പറയാം. അപ്പൊ അത് ഭൂരിപക്ഷം പേർക്കും അറിയുന്നതാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം, ഇങ്ങനെ നോക്കാം. അതായത് ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ് എന്നറിയുന്നവരല്ലേ ഈ ക്ലാസ്സിൽ ബഹുഭൂരിപക്ഷം പേരും തന്നെ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന മനുഷ്യരുടെ കൈവശമാണ് എന്നറിയുന്നവരല്ലേ ഈ ക്ലാസ്സിൽ എല്ലാവരും തന്നെ. മിക്കവാറും അറിയുന്നവരല്ലേ? അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാമോ? നമുക്ക് ഇടയ്ക്കൊന്ന് ഇന്ററാക്ട് ചെയ്താൽ അത് മറ്റുള്ളവർക്കും, അത് അറിയാത്തവർക്കും അത് ഗുണകരമാകും. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അറിയുന്നവർ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്താൽ സന്തോഷമായി. അതിന് മടിയില്ലാത്തവർ, അല്ലെങ്കിൽ സാധിക്കുന്നവർ, സാഹചര്യം അനുവദിക്കുന്നവർ ഒന്ന് കമന്റിലൂടെയോ. യെസ്, താങ്ക് യു സർ. സന്ദീപ് സാറിന്റെ ഉത്തരം സന്തോഷം സർ, നന്ദി സർ, താങ്ക് യു സന്ദീപ് സാർ. യെസ്, അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ്. താങ്ക് യു. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം വർഗീസ് സാർ അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു, സന്തോഷം, നന്ദി. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന മനുഷ്യരുടെ കൈവശമാണ്. ആ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ്. ബാക്കി 10% ധനം മാത്രമാണ് ഇനിയുള്ള 90% ധനികരല്ലാത്ത മനുഷ്യർക്കും വീതിക്കാനായി ലഭിച്ചിരിക്കുന്നത്. യെസ്, ഷിബു സാർ അറിയിച്ചിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു, സന്തോഷം. ഇവിടെ പരിശോധിക്കേണ്ടുന്നത് വിഷയം ഇതാണ്. ഇനി വ്യക്തമായി പരിശോധിക്കേണ്ടുന്നത് അതിൽ തന്നെ നമ്മിൽ, യെസ്, പ്രൊസീജർ അറിയിക്കുന്നു. സന്തോഷം, നന്ദി. യെസ്, സുജാ സാർ, ഓക്കെ, സന്തോഷം. ഇനി നോക്കൂ, ഇനിയാണ് പരിശോധിക്കേണ്ടുന്നത്. ഈ ഒരു ഒറ്റ പോയിന്റ് ജയേന്ദ്ര സാർ, സന്തോഷം, ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം സാർ, നന്ദി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ പരിശോധിക്കേണ്ട വിഷയം ഇതാണ്. ഈ ഒരൊറ്റ പോയിന്റ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് എന്തുകൊണ്ടാണ് പണം വരാത്തത്, എന്താണ് പണത്തിന്റെ രഹസ്യം എന്ന ആ ഒരു അടിസ്ഥാനത്തിലേക്ക് വിരൽ ചൂടുന്ന ഘടകമാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം ഇതാണ്. അങ്ങനെയെങ്കിൽ ആ ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90, സന്തോഷം സാർ, മതി. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം കൈയാളുന്ന ഈ 10% ധനികരാണോ? ഈ 10% മാത്രം വരുന്ന ധനികരായ മനുഷ്യരാണോ? ബാക്കി 90% ധനികരല്ലാത്ത മനുഷ്യരെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയ മനുഷ്യർ എന്ന അർത്ഥമുണ്ടോ എന്നാണ് അടുത്ത പരിശോധന. ആണോ? അല്ല. നമുക്ക്, അതായത് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, സ്വല്പം നീണ്ട ഡയലോഗ് ആയതുകൊണ്ട്. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം കൈയാളുന്ന ഈ 10% മാത്രം വരുന്ന ധനികരായ മനുഷ്യരാണോ? യെസ്, പറയുന്നത് യെസ്, റൈറ്റ് ആൻസർ. അതായത് ആ ധനികരാണോ? ബാക്കി 90% ധനികരല്ലാത്ത മനുഷ്യരെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയ മനുഷ്യർ എന്ന അർത്ഥമുണ്ടോ എന്നാണ് ചോദ്യം. അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതല്ല. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി പോകണം. ഈ പോയിന്റ് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം നേടുന്നതിന് പിന്നിലെ ഒരു രഹസ്യം മനസ്സിലാകുക. രണ്ട് ആംഗിൾ ആണ് അതിന്. ഞാൻ പറയുന്നുണ്ട്, അതിന്റെ ഒരു ആംഗിളിന്റെ അല്ലെങ്കിൽ രണ്ട് വശങ്ങളാണ്. അതിന്റെ ഒരു വശത്തിന്റെ വ്യക്തമായ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിശോധിച്ചാൽ അതൊന്ന് വ്യക്തമായി മനസ്സിലാകും. കാരണം
കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും ധനികരല്ലാത്ത മനുഷ്യരിൽ പെട്ടുഴലുമ്പോൾ, ധനികരല്ലാത്ത 90% മനുഷ്യരിൽ പെട്ടുഴലുമ്പോൾ, അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ പോലും ആ ധനികരായ 10% മനുഷ്യരിൽ പെടുന്നതും കാണാം, അതിസമ്പന്നരാകുന്നതും കാണാം. യെസ്, ഓക്കെ, യെസ്, ആ നിർദ്ദേശവും അംഗീകരിക്കുന്നു. ഓക്കെ, എങ്കിലും അത് ഒരു സ്വാഭാവിക നന്മയായതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ യെസ്, അത് ഇന്റർപ്റ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന നിർദ്ദേശത്തിന് നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി. ഓക്കെ, ഏതായാലും ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് വ്യക്തമാണ്, അതായത് മേഖലയല്ല, അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ഇതൊന്നുമല്ല പണത്തിന്റെ രഹസ്യം. കാരണം ഒരേ മേഖല ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ വിജയിക്കുന്നില്ല. അതുപോലെ തന്നെ അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല, ഇതെല്ലാം ഉള്ളവർ ധനികരല്ലാത്ത ആ 90% ധനികരല്ലാത്ത മനുഷ്യരിൽ പെട്ട് ബുദ്ധിമുട്ടുന്നതും, ഇതൊന്നുമില്ലാത്തവർ ധനികരായ 10% മനുഷ്യഗണത്തിൽപ്പെട്ട് അതിസമ്പന്നരാകുന്നതും കാണുകയും ചെയ്യാം. അപ്പൊ ഇതൊന്നുമല്ല പണത്തിന്റെ രഹസ്യം. അപ്പോൾ പിന്നെ എന്താണ്? ഒരുവനിലേക്ക് പണം വരുമോ ഇല്ലയോ, അയാൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പണം വരുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ആ സുപ്രധാന ഘടകം എന്താണ് എന്നുള്ളതാണ് അടുത്ത പരിശോധനാ വിഷയം. അത് സത്യസന്ധമായ മനസ്സോടെ അതിന്റെ വ്യക്തത ലഭിക്കുന്നതുവരെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ട് പോവുക, എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് കേട്ടുകൊണ്ട് പോവുക. ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ മസ്തിഷ്കത്തിന്റെ, തലച്ചോറിന്റെ, ഒരുവന്റെ ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് ഒരുവൻ ധനികനാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നിർണായകം എന്നല്ല, മാരക നിയമങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങൾ. അപ്പൊ നമുക്ക് 2-3 രീതിയിൽ പരിശോധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അത് ബ്രെയിൻ ആണ് എന്ന്. ഹാർട്ടോ, ലിവറോ, പാൻക്രിയാസോ അല്ല. ഹാർട്ടോ, ലിവറോ, പാൻക്രിയാസോ, വൻകുടലോ, കണ്ണോ, മൂക്കോ, നാക്കോ, തൊക്കോ അല്ല, ബ്രെയിൻ ആണ്. ഇവൻ കണ്ണോ, മൂക്കോ, കാതോ ഒന്നുമല്ല. കാരണം അന്ധരായ, ബധിരരായ, മൂകരായ നിരവധി അതിസമ്പന്നർ ലോകത്തുണ്ട് എന്നുള്ളത് അറിയാം. പ്രസക്തമല്ലാത്ത ഭാഗങ്ങളാണ് വേഗം ഓടിച്ചു വിടുന്നത്. പ്രസക്തമായ ഭാഗങ്ങൾ നിർത്തി പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഇതൊന്നുമല്ല രഹസ്യം. ഒരു പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രെയിൻ ആണ്. ഇവിടെ ഒരു പ്രസ്താവന കൂടെ വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ. പണത്തിന്റെ കാര്യത്തിൽ ഞാൻ നേടി, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നേടും, ഞാൻ പരാജയപ്പെട്ടേക്കാം, എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ നേടി, എനിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പൂർണ്ണമായ എനിക്ക് അതിന് ഉത്തരവാദിത്വമില്ല. അതെന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ്, എന്റെ ബ്രെയിനിന്റെ ഉത്തരവാദിത്വമാണ്. ബ്രെയിനാണ്, അത് സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, മറ്റേത് മേഖലയാകട്ടെ, ഒരുവൻ പണം നേടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. അങ്ങനെയെങ്കിൽ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, ഇൻപുട്ടുകൾ, വിത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരുവൻ പണം നേടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 സെഷൻസ് ആണ്. അതെന്താണെന്ന് പറയുന്നതിന് മുൻപ് അത് മറ്റൊരു രീതിയിൽ ചോദിക്കാം. ബ്രെയിൻ ഹാർഡ്വെയർ ആണെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ആണ് മൈൻഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് വല്ല പങ്കുമുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാം പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് പങ്കുണ്ട് എന്ന്. അത് മാത്രമല്ല, മൈൻഡിനെ പങ്കുള്ളൂ. ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡ്, ഒരു ശരിയായ സ്ട്രാറ്റജിയോ മെത്തേഡോ നാം അറിയുകയോ പഠിക്കുകയോ ചെയ്താൽ പോലും അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അത് ഇംപ്ലിമെന്റ് ചെയ്ത് ആ പണം വസൂലാക്കണമെങ്കിൽ, അത് നമ്മുടെ കൈവശം എത്തിക്കണമെങ്കിൽ അതിന് മൈൻഡിന് നിർണായകമായ പങ്കുണ്ട്. ഇനി അത് മറ്റൊരു രീതിയിലും ചോദിക്കാം, ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന്. അപ്പോഴും എല്ലാവർക്കും അറിയാം ദേഹശക്തി കൊണ്ടല്ല, ശരീരശക്തി കൊണ്ടല്ല, മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മനഃശക്തി എന്താണെന്നോ, മനഃശക്തിയുടെ പണം ഉണ്ടാക്കുന്നതിന്റെ പവർ എന്താണെന്നോ ആണ് സാധാരണ മനുഷ്യർ, അല്ലെങ്കിൽ 90% സാമ്പത്തികാന്വേഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യർ അറിയാത്തത്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്ന്, ഇപ്പൊ ഇവിടെ സാമ്പത്തിക അവസ്ഥ കുറവുള്ളവർ മാത്രമല്ല, ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് വൻതോതിൽ ഒരു 10x, ഒരു 10 ഗുണം, 10 ഇരട്ടിയോ 100 ഇരട്ടിയോ അല്ലെങ്കിൽ കോടികളോ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് വൻതോതിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടേക്ക് എത്താനായി മനഃശക്തിയുടെ ആ നിർണായക പ്രാതിനിധ്യം അല്ലെങ്കിൽ നിർണായക സാങ്കത്യമാണ് അറിയാത്തത്. നാം അതിലേക്കും കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് 2 സെഷൻസ് ആണ്. അപ്പൊ അതായത് പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് നിർണായക പങ്കുണ്ട് എന്ന് മനസ്സിലായി. അത് ബ്രെയിൻ ആണ് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ ഇന്ന് ആ ബ്രെയിനിന്റെ ആ ഒരു രഹസ്യങ്ങൾ നാം ഇന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം, ഒരുവൻ തന്റെ സാമ്പത്തിക യാത്രയിൽ വിജയലക്ഷ്യം നേടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ സാമ്പത്തിക യാത്രയുടെ 2 ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമാകുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആ 2 ചിറകുകളാണ് സാമ്പത്തിക യാത്രയുടെ 2 ചിറകുകളാണ്
മൈൻഡ് ആൻഡ് മെത്തേഡ്, മൈൻഡ് ആൻഡ് മെത്തേഡ്, മൈൻഡ് ആൻഡ് മെത്തേഡ്. പണം ഉണ്ടാക്കാനുള്ള അതാത് മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതാത് മേഖലയിലെ പണം ഉണ്ടാക്കാനുള്ള മെത്തേഡും അറിഞ്ഞിരിക്കണം, പണം ഉണ്ടാക്കുന്നതിനുള്ള മൈൻഡിന്റെ രഹസ്യവും അനുകൂലമായിരിക്കണം. ഈ രണ്ട് ചിറകുകളും ഒരുപോലെ പ്രവർത്തന നിരതമായെങ്കിലാണ് ഒരുവന് സാമ്പത്തിക യാത്ര വിജയപൂർവ്വം പൂർത്തീകരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ സാമ്പത്തിക ലക്ഷ്യം നേടാൻ കഴിയുക. മൈൻഡ് ആൻഡ് മെത്തേഡ്. അപ്പൊ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലാകുമ്പോൾ അതിനെ ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്, ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്. അപ്പൊ ഇന്ന് ഈ 2 മണിക്കൂർ സെഷനിലും വളരെ ക്രാഷ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിപ്പിച്ചു തന്നെയാണ് വിടുന്നത്, ട്രേഡിംഗ് സൈക്കോളജിയും ട്രേഡിംഗ് മെത്തേഡും. അപ്പൊ അതിലെ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയം നിങ്ങൾക്ക് എടുക്കുന്നത് ഞാനാണ്. നേരത്തെ പറഞ്ഞത് വൈകി വന്നവർക്ക് വേണ്ടി എന്റെ പേര് PS തോമസ്, സൈക്കോളജിസ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ട്രേഡിംഗ് മെത്തേഡ് പഠിപ്പിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് കോച്ച് സന്തോഷ് മാധവൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സെഷനിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഏതാണ്ട് 132ഓളം വർഷങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 132ഓളം ബാച്ചുകളിലായി ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിച്ച പരിചയസമ്പത്തും, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ, അതായത് അദ്ദേഹത്തെ വിട്ടുപോകാൻ കൂട്ടാക്കാതെ അദ്ദേഹത്തോടൊപ്പം തന്നെ എല്ലാ ദിവസത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കാനുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോച്ചാണ് സന്തോഷ് സാറ്. കാരണം മെത്തേഡിന്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. നേരത്തെ ക്ലാസ്സുകളിൽ കയറിയവർക്ക് അത് ആവർത്തനം തന്നെ ആയിരിക്കും എന്ന് അറിയിക്കുന്നു. കാരണം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളല്ല, വിജയിക്കാൻ ആവശ്യമായ ആ രഹസ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെത്തേഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റില് അതിന്റെ മെത്തേഡ് പഠിക്കേണ്ടത് അത്യാവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ മലയാളികൾക്ക് പേടി ലോസിനെ അല്ല, പ്രോഫിറ്റിനെയാണ്. ഇതിൽ അത് അത്യാവശ്യം ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. മലയാളികൾക്ക് പേടി ലോസിനെയല്ല, പ്രോഫിറ്റിനെയാണ്. ലോസ് പുഷ്പം പോലെ മലയാളി നോക്കിയിരിക്കും, ലോസ് കൂളായി നോക്കിയിരിക്കും, എത്ര ലോസ് വേണമെങ്കിലും നോ പ്രോബ്ലം, കൂൾ, നെവർ മൈൻഡ്. പക്ഷേ പ്രോഫിറ്റ് കാണുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കാൻ തുടങ്ങും, ആശങ്കയാവും, ആവേശവും, വിറയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും, കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് പിൻവാങ്ങുകയും ചെയ്യും. അതായത് ശരാശരി മലയാളി ട്രേഡിംഗ് രീതി എന്നത് ലോസ് 2000 എങ്കിൽ പ്രോഫിറ്റ് 250 എന്നുള്ളതാണ്. കാരണം പ്രോഫിറ്റ് 1000 2000 വരെ നോക്കിയിരിക്കും, സോറി ലോസ് 1000 2000 വരെ നോക്കിയിരിക്കും. പ്രോഫിറ്റ് 250 എത്തിയാൽ തന്നെ പിന്നെ അത് മാക്സിമം പ്രോഫിറ്റ് നേടിയെടുക്കാൻ അറിയില്ല, മാക്സിമം പ്രോഫിറ്റ് റൈഡ് ചെയ്ത് നേടുന്ന മെത്തഡ് അറിയില്ല, അല്ലെങ്കിൽ ഒരു റൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റ് കണ്ടെത്താൻ അറിയില്ല. അതല്ലെങ്കിൽ സാധ്യമായത്രയും പ്രോഫിറ്റ്, അതായത് അത് പോകുന്നത്രയും പ്രോഫിറ്റ് വരെ അത് റൈഡ് ചെയ്ത് നേടാനുള്ള മെത്തഡ് അറിയില്ല. അപ്പൊ അത്തരം മെത്തഡുകളെ കുറിച്ചും മാർക്കറ്റിൽ നിന്ന് ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ മാക്സിമം പ്രോഫിറ്റ് നേടുന്ന മെത്തഡുകളാണ് സന്തോഷ് മാധവൻ സാർ പഠിപ്പിക്കുന്നത്. നാം സാറിലേക്ക് പോകുന്നതിന് മുൻപ് ട്രേഡിംഗ് സൈക്കോളജിയിലെ പണം ഉണ്ടാക്കുന്നതിലെ മൈൻഡിന്റെ ഒരു മാരക നിയമം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അതായത് ഇവിടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം, അതായത് വെറും നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് വെറും 10,000 രൂപ ക്യാപിറ്റൽ ഫണ്ട്, വെറും 10,000 ഇന്ത്യൻ രൂപ ക്യാപിറ്റൽ ഫണ്ട്, ഒരൊറ്റ പ്രാവശ്യം മാത്രം മുടക്കുന്ന വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാമെന്ന് തന്നെയാണ് നമ്മുടെ വാഗ്ദാനം. വെറും 10,000 രൂപ ക്യാപിറ്റൽ ഫണ്ട്, ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും 10,000 രൂപ ക്യാപിറ്റൽ ഫണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാം. പക്ഷെ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ചിന്തയിലേക്ക് കടന്നു വരും, ഒരുപക്ഷെ എല്ലാവർക്കും അല്ല, അത് നേടാൻ കഴിയുന്നതാണ്, ആ ഫോർമുല പഠിക്കാൻ കഴിയുന്നതാണ്, അത് എവിടെയാണ് ലഭിക്കുക എന്ന് അന്വേഷിക്കുന്നവരുണ്ടാകാം, തിരിച്ച് ചിന്തിക്കുന്നവരുണ്ടാകും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, വെറും തട്ടിപ്പാണ്, ഉടായ്പ പറയുകയാണ്. ഈ പറയുന്നവർക്ക്, ഇദ്ദേഹത്തിന് ഉൾപ്പെടെ ഈ പറയുന്നവർക്ക് ആ ഫോർമുല അറിയാമെങ്കിൽ പിന്നെ എന്തിന് പഠിപ്പിക്കാൻ നിൽക്കുന്നു, സ്വയം ചെയ്തങ്ങ് നേടിയാൽ പോരെ തുടങ്ങിയ സംശയങ്ങളും, ഇത് പറ്റിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതിന്റെ എല്ലാം ഉത്തരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ശ്രദ്ധാപൂർവ്വം എവിടെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല, നമുക്ക് അതായത് നമ്മൾ ഇന്നലെ വരെ കേട്ട കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി നമുക്ക് അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് പങ്കെടുക്കുന്ന സമയങ്ങളിൽ മുഴുവൻ ഞങ്ങളെയും ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതായത് നമുക്ക് ചില സംസാരങ്ങൾ കേൾക്കുമ്പോഴും അതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി എല്ലാ മനുഷ്യരിലുമുണ്ട്. ആ സാമാന്യ ബുദ്ധിയും ഉപയോഗിച്ചാൽ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ വാസ്തവമാണോ, ഇവർ ജെനുവിനാണോ അല്ലയോ, ഇവർ സത്യസന്ധമായി പഠിപ്പിക്കാൻ കഴിവുള്ളവരാണോ അറിവുള്ളവരാണോ, നിങ്ങളെയും പഠിപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണം നേടാൻ പഠിപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ളതല്ല,
കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിന് എല്ലാവർക്കും ഒരു സാമാന്യ ബുദ്ധിയുണ്ട്. ആരും 4ാം ക്ലാസ് കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് മനസ്സിലാക്കാനുള്ള ഒരു ആന്തരിക ബുദ്ധി നമുക്കുണ്ട്, ഒരു സാമാന്യ ബുദ്ധിയുണ്ട്. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് നിങ്ങൾ സ്വയം വിലയിരുത്തുക, സ്വയം മനസ്സിലാക്കുക, സ്വയം ഒരു നിലപാട് കൈക്കൊള്ളുക. ആ നിലപാട് ആർജവത്തോടെ ഇച്ഛാശക്തിയോടെ നടപ്പാക്കുകയും ചെയ്യുക. നമുക്ക് നോക്കാം. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം അബദ്ധമാണോ, തെറ്റാണോ, തട്ടിപ്പാണോ, ഉടായിപ്പാണോ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. നമുക്ക് ഇന്നലെ വരെ വിശ്വസിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളെല്ലാം ഇത്തരം അബദ്ധ ധാരണകളോ നാട്ടിൽ ഉണ്ടാകാം. അതായത് തട്ടിക്കുന്നവരും പറ്റിക്കുന്നവരും അബദ്ധങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടാവാം, അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലായിടത്തും കാണുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, പ്രായോഗികമായി നേടിയെടുക്കാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാവും. അപ്പൊ അത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ബുദ്ധിയും സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കേണ്ടത്. അത് മുതിർന്ന ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ താനും. നമുക്ക് നോക്കാം എവിടെയാണ് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ. ഈ ധനികതയും ദരിദ്രതയും, എവിടെയാണ് ധനികതയും ദരിദ്രതയും? നമ്മൾ രണ്ടറ്റവും കാണുകയാണ്. അതിന് മധ്യേ എവിടെയായിരിക്കും നാം ഒക്കെ. അതുകൊണ്ട് നാം ഇത് രണ്ടറ്റവും കാണുന്നു. അസഹിഷ്ണുക്കളാകാതെ വളരെ ശ്രദ്ധാപൂർവ്വം അത് പഠിച്ച് മനസ്സിലാക്കി പോകേണ്ടുന്ന ആവശ്യകതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം മുൻവിധികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവനവന്റെ സത്യസന്ധമായ മനസ്സോടെ പരിശോധനാ മനോഭാവത്തോടെ കേൾക്കുക. എവിടെയാണ് ഈ ധനികതയും ദരിദ്രതയും വേർതിരിക്കുന്ന ഒന്നാം ഘട്ടം, ആരംഭഘട്ടം? എവിടെയാണ് ഈ ദരിദ്രതയും ധനികതയും വേർതിരിക്കുന്നത്, വിജയവും പരാജയവും വേർതിരിക്കപ്പെടുന്നത്? ഏത് മേഖലയാകട്ടെ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല, സാമ്പത്തിക വിജയവും സാമ്പത്തിക പരാജയവും ധനികതയും ദരിദ്രതയും വേർതിരിക്കുന്ന ഒന്നാം ഘട്ടം ഇവിടമാണ്. ഒന്നാം ഘട്ടം. എല്ലാ വിജയികളും, എല്ലാ ധനികരും ട്രെയിൻഡാണ്, എല്ലാ ധനികരും പരിശീലനം നേടിയവരാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ദരിദ്രരും മറ്റു ബഹുഭൂരിപക്ഷം ആളുകളും പറയാം, അത് ശരിയല്ലോ, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഇത് തെറ്റല്ലേ, ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ആളെ കൂട്ടാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ തുടങ്ങിയ ചിന്തകൾ പോലും പറഞ്ഞേക്കാം. അല്ല, എല്ലാ ധനികരും ട്രെയിൻഡാണ്, എല്ലാ വിജയികളും ട്രെയിൻഡാണ്. നമുക്കത് പരിശോധിക്കാം. അതൊന്ന് പരിശോധിച്ചാലാണ് നിങ്ങൾക്ക് ഒരു ശരിയായ പരിശീലനം തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുന്നത്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്. ഒന്നുകിൽ അവർ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് ട്രെയിൻഡ് ആകുന്നു, അതല്ല എങ്കിൽ എല്ലാ ധനികർക്കും വീട്ടിൽ ട്രെയിനിങ് ഉണ്ട്. ഇത് ദരിദ്രൻ അറിയുന്നില്ല, അയൽപ്പക്കത്തുള്ള ദരിദ്രൻ പോലും അറിയുന്നില്ല. എല്ലാ ധനികർക്കും വീട്ടിൽ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ? അതായത് മധ്യ കേരളത്തിലൊക്കെ ഇപ്പം മിക്കവാറും പല സ്ഥലങ്ങളിലും ഉണ്ടാകാം, നിങ്ങൾക്ക് കേട്ടറിവുണ്ടാകാം. അതിസമ്പന്ന കുടുംബങ്ങളിലൊക്കെ കുടുംബയോഗം, എല്ലാ വർഷവും കുടുംബയോഗം എന്നൊരു പരിപാടിയുണ്ട്. അത് വെറും കുട്ടിക്കളിയല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ വന്നു ചേരുന്നത് വെറുതെ ഒന്ന് ഒത്തുകൂടി ഉല്ലസിച്ചു പോകാനല്ല. ധനികനായി ജീവിക്കുകയാണെങ്കിൽ ധനികനായി ജീവിക്കണം, അതിനായി എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം. ഒരുപക്ഷെ അബദ്ധങ്ങൾ പറ്റി പൊളിഞ്ഞാൽ എല്ലാ തീരുമാനങ്ങളും ബുദ്ധിയാകുമെന്നൊന്നും പഠിപ്പിക്കുന്നില്ല, പറയുന്നുമില്ല. ഒരുപക്ഷെ അബദ്ധങ്ങൾ പറ്റി സാമ്പത്തികമായി പൊളിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ റിക്കവർ ചെയ്യണം, അതിനായി എന്ത് മാർഗങ്ങൾ അവലംബിക്കണം എന്നെല്ലാം അത്യാവശ്യം നല്ല പരിശീലനം അത്തരം കുടുംബയോഗങ്ങളിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ, ഇതൊക്കെ സത്യസന്ധമായി പരിശോധിക്കുക. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ പല അതിസമ്പന്ന കുടുംബങ്ങളിലും കുടുംബയോഗങ്ങളുണ്ട് എന്നുള്ളത്. അത് ഉത്തരം തരണമെന്നില്ല. അത്തരം കുടുംബയോഗങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് പോയിന്റ് ആണ്. അത് മുൻകൂർ ജാമ്യം എടുക്കുന്നു. അത് കേൾക്കുമ്പോൾ ആദ്യം ഒരുപക്ഷെ അത് അറിയാത്തവർക്ക് ഒരുപക്ഷെ അത് നെഗറ്റീവായിട്ടോ അഹങ്കാരം പോലെയോ ജാട പോലെയോ തോന്നിയേക്കാം. പക്ഷെ നമുക്കതിന്റെ ശാസ്ത്രീയമായ ഉത്തരം പിന്നാലെ വരാൻ പോകുന്നുണ്ട്. ഒരു അടിസ്ഥാന ട്രെയിനിങ് പോയിന്റ് ആണ്. ധനികനാകണമെങ്കിൽ ദരിദ്രനോട് കൂട്ടുകൂടരുത്, ധനികനാകണമെങ്കിൽ ദരിദ്രനോട് കൂട്ടുകൂടരുത്. ഇതൊക്കെ ഇതുപോലെ വെബിനാറുകളിൽ പറയുമ്പോൾ പലപ്പോഴും താഴെ കമന്റുകളുടെ പൊങ്കാല വരാറുണ്ട്. ഇത് അഹങ്കാരമല്ലേ, അത് ജാടയല്ലേ, അത് തെറ്റല്ലേ, ദരിദ്രനോട് കാരുണ്യം വേണ്ടേ? കാരുണ്യം വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. കാരുണ്യം വേണ്ടെന്നോ സഹായിക്കേണ്ടെന്നോ ഒന്നും പറയുന്നില്ല. സഹായിക്കണം, കാരുണ്യം വേണം, പക്ഷെ അവനോട് കൂട്ടുകൂടാൻ പാടില്ല. അതുപോലെ തന്നെ ദരിദ്രൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമോ തുടങ്ങിയ കളിയാക്കലുകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ അതിന്റെ സയൻസ്, അത് ബ്രെയിനിനെ സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്രീയ വശം അടുത്ത 20 മിനിറ്റിനുള്ളിൽ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ട്രെയിനിങ്ങുകൾ കുട്ടിക്കാലം മുതലേ കിട്ടിയാണ്. അറിവാകുന്ന പ്രായം മുതൽ അത്തരം ട്രെയിനിങ്ങുകൾ കിട്ടിയാണ്. താങ്ക് യു സാർ, താങ്ക് യു, സന്തോഷം. അപ്പം അത്തരം ട്രെയിനിങ്ങുകൾ കിട്ടിയാണ് പല അതിസമ്പന്ന കുടുംബങ്ങളിലെ ആളുകൾ വളരുന്നത്. അത് മാത്രമല്ല, ഒരു സമ്പന്നൻ ഡ്രൈവിന് പോകുമ്പോൾ തന്റെ ഭാര്യയും മക്കളുമായി ഡ്രൈവിന് പോകുമ്പോൾ പോലും നമ്മുടെ സമ്പത്തിന് ഇന്ന ആസ്തികൾ നമുക്കുണ്ട്, ഇത്ര ആസ്തി നമുക്കുണ്ട്, ഇന്ന സ്ഥലത്ത് നമുക്ക് ലാൻഡുകളും കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ ആസ്തികളുടെ ഒക്കെ ഡോക്യുമെന്റ്സ് ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇൻ കേസ് ഓഫ് എന്റെ ഞാൻ ഡെത്ത് ആയാൽ പോലും നമ്മൾ ഇന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് സമീപിക്കുന്നത് തുടങ്ങി ആ സമ്പന്നതയുടെ കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുക. ദരിദ്രൻ എന്താ പഠിപ്പിക്കുക? നിന്നെ കൊണ്ടതിന് കൊള്ളാം, അവനെ കണ്ടുപഠിക്കുക. അതായത് എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്, എല്ലാ വിജയികളും ട്രെയിൻഡ് ആണ്. ഏതെങ്കിലും ഒരു മേഖല,
ഏതെങ്കിലും ഒരു മേഖല കരിയർ ആക്കി എടുത്ത് അതിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ, അഭിമാനമായ ജീവിതത്തിന് ആവശ്യമായ പണം കൂടി സമ്പാദിച്ചുവെങ്കിൽ അയാൾ ആ മേഖലയിൽ ട്രെയിൻഡ് ആണ്, കോച്ചിങ് എടുത്തയാളാണ്. പരിശോധിച്ചോളൂ, സത്യസന്ധമായി ലോകത്തേക്ക് നോക്കി പരിശോധിച്ചോളൂ. അത് ക്രിക്കറ്റ് ആവട്ടെ, ചെസ് ആകട്ടെ, ഓട്ടമാവട്ടെ, ചാട്ടമാവട്ടെ, ഏത് മേഖലയാകട്ടെ, ആ മേഖല കരിയർ ആക്കി അയാൾ അതിൽ നിന്ന് കാശുണ്ടാക്കിയെങ്കിൽ അയാൾ ട്രെയിൻഡ് ആണ്. അത് എന്തിനേറെ ഒരു സംഗീത മത്സരത്തിൽ പോലും, ഒരു ഹൈസ്കൂൾ തല ഉപജില്ലാതല, ഒരു ഹൈസ്കൂൾ തല ഉപജില്ലാതല സംഗീത മത്സരത്തിൽ പോലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ ഒരു ഗുരുമുഖത്ത് നിന്ന് ട്രെയിൻഡ് ആണെന്നതിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ പണം മുടക്കി പണം നേടുന്ന സ്റ്റോക്ക് മാർക്കറ്റിലോ യൂട്യൂബ് അറിവുകളും കൊണ്ട് മനുഷ്യർ എടുത്തു ചാടും. അതാണ് പറ്റുന്ന ഒന്നാമത്തെ അബദ്ധം. ഇതൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്ത് പരിശോധിക്കുക. അതായത് ഒരു PSCയോ, ഒരു PSC കോച്ചിങ്ങോ, എൻട്രൻസ് എക്സാമോ, UPSC, IAS, UPSC വേണ്ട, വെറും ഒരു സാധാരണ PSC എക്സാമോ, എൻട്രൻസ് എക്സാമുകളോ പോലും സീരിയസ് ആയി സമീപിക്കുന്നവർ യൂട്യൂബ് അറിവുകൾ കൊണ്ട് ഒരിക്കലും ഇറങ്ങിത്തിരിക്കാറില്ല. അവൻ അതിന്റെ പ്രൊഫഷണൽ കോച്ചിങ് എടുത്തേ ഇറങ്ങിത്തിരിക്കൂ. പക്ഷെ പണം മുടക്കി പണം നേടുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മലയാളികൾ യൂട്യൂബ് അറിവുകൾ കൊണ്ട് ഇറങ്ങിത്തിരിക്കും. അതായത് പഠിക്കാനുള്ള പണം മുടക്കുന്നത് നഷ്ടമായി കരുതും, എന്നിട്ട് അതിനേക്കാൾ ഏറെ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആര്യനന്ദ ബോംബെയിൽ പോയി സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 1 കോടി രൂപ സമ്മാനം നേടിയെന്ന് കേട്ട ഉടനെ സംഗീതം പഠിക്കാത്ത കുറെ പേര് ബോംബെക്ക് വണ്ടി കയറിയിട്ട് പ്രയോജനമില്ല എന്നതുപോലെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും ട്രെയിനിങ് കോച്ചിങ് എടുത്തിറങ്ങിയ മേഖലയിലേക്ക് മലയാളികൾ കോച്ചിങ് എടുക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ മാത്രം ലഭിക്കുന്ന ചില സീക്രട്സ് ഉണ്ട്. ഇനി രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും ട്രെയിൻഡ് ആണെന്ന് പല മലയാളികൾക്കും അറിയില്ല. രാകേഷ് ജുൻജുൻവാലയും അവര് ആധികാരിക കോച്ചിങ് എടുത്താണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ കോടാനുകോടികൾ നേടിയത്. അവർ കോടികൾ നേടിയ കഥകൾ മാത്രമേ പല മലയാളികൾക്കും അറിയൂ. അവർ ട്രെയിൻഡ് ആണെന്നോ അവരുടെ കോച്ചിന്റെ പേരോ പോലും, നമുക്ക് പാഷനാന്നൊക്കെ പറയും, പക്ഷെ അവരുടെ കോച്ചിന്റെ പേരോ പോലും നമുക്കറിയില്ല. ഞാനത് ചോദിച്ച് സമയം കളയുന്നില്ല. രാകേഷ് ജുൻജുൻവാലയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ പേര് രാധാകൃഷ്ണൻ ദമാനി. നിങ്ങൾ ഗുരു ഓഫ് രാകേഷ് ജുൻജുൻവാല എന്ന് ഈ സെഷൻ കഴിയുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഒരു ഗുരു ഓഫ് രാകേഷ് ജുൻജുൻവാല, ഗുരു ഓഫ് രാകേഷ് ജുൻജുൻവാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് രാധാകൃഷ്ണൻ ദമാനി എന്ന് ഉത്തരം ലഭിക്കും. വാറൻ ബഫറ്റിന്റെ ഗുരുവിന്റെ പേര് ബെഞ്ചമിൻ ഗ്രഹാം. നിങ്ങൾ ഗുരു ഓഫ് വാറൻ ബഫറ്റ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആ ഉത്തരം ലഭിക്കും. അതായത് രാകേഷ് ജുൻജുൻവാല തന്റെ ഗുരുവായ രാധാകൃഷ്ണൻ ദമാനിയുടെയും വാറൻ ബഫറ്റ് തന്റെ ഗുരുവായ ബെഞ്ചമിൻ ഗ്രഹാമിന്റെയും കോഴ്സ് പങ്കെടുത്തതിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി വിജയം നേടിയത്. ഇവിടെ മലയാളികളോ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവുകളും യൂട്യൂബ് അറിവുകളും കൊണ്ടാണ് പണം മുടക്കി പണം നേടാൻ ശ്രമിക്കുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ക്രിക്കറ്റോ, ചെസ്സോ, ഓട്ടമോ, ചാട്ടമോ, PSCയോ പോലും സീരിയസ് ആയി അതിൽ നിന്ന് കരിയർ ആക്കി പണം ഉൾപ്പെടെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് കോച്ചിങ് എടുത്താണ് ഇറങ്ങിത്തിരിക്കുക. ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ മാത്രം സ്പെഷ്യലായി ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണം ഇപ്പോൾ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. ഒരു പവർഫുൾ ആയിട്ടുള്ള ഉദാഹരണം. അതിന് ഒരു അകമ്പടിയോടെ നമുക്ക് പോകാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് സന്തോഷ് മാധവൻ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഫോർമുലയാണ്. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട്, ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. പക്ഷേ അത് നമുക്ക് പലർക്കും എന്താണ്, അത് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ഒരുപക്ഷെ ചിലരെങ്കിലും പറഞ്ഞേക്കാം, എനിക്ക് അത്രയും ഒന്നും നേടണ്ട, ഒരു ന്യായമായ ഒരു തുക നേടിയാൽ മതി, ന്യായമായ ഒരു വരുമാനവും സമ്പത്തും നേടിയാൽ മതി എന്ന് പറയുന്നവർക്ക് പോലും ആ ഫോർമുല പഠിക്കാൻ കഴിഞ്ഞാൽ അവരവർക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയും. പക്ഷെ അപ്പൊ ആ ഫോർമുലയോ ആ മെത്തേഡോ പഠിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഇതിവര് വെറുതെ പറയുന്നതാണ്, ഇത് നടക്കുന്ന കാര്യമല്ല, ഇവരിത് പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ള ചിന്താഗതി കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അന്വേഷിച്ച, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി തിരിച്ച, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു വെബിനാർ പങ്കെടുക്കുന്ന ഒരാൾക്കും അത് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അതിനിറങ്ങിയാൽ പറ്റിക്കപ്പെടുമോ എന്നുള്ള ഒറ്റ ഭയം അതുകൊണ്ടാണ്. അതിന്റെ കാരണം എന്താ, നമ്മൾ ഇന്നലെ വരെ കേട്ട കാര്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വസനീയമായി തോന്നാത്തത് കൊണ്ടാണ്. നമുക്ക് ഇന്നലെ വരെ അറിയാത്ത കാര്യങ്ങളെല്ലാം അവിശ്വസനീയമാണെന്ന് അർത്ഥമുണ്ടോ? അതായത് ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയം എടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ട്രേഡിംഗ് സൈക്കോളജി എന്നൊരു വിഷയമില്ല, ശരിക്കും അത് മനുഷ്യ മനഃശാസ്ത്രം തന്നെയാണ്. അതിന്റെ പണമുണ്ടാക്കുന്ന മേഖലയും അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന മെത്തഡുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് ട്രേഡിംഗ് സൈക്കോളജിയായി മാറുന്നത്.
അത് ശരിക്കും പണം ഉണ്ടാക്കുന്നത് ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രം തന്നെയാണ്. അതിനെ വേണമെങ്കിൽ മണി സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല ലക്ഷ്യങ്ങളും നേടാനായി പല രീതിയിലാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിനെ രൂപപ്പെടുത്തേണ്ടതെങ്കിൽ, പണം ഉണ്ടാക്കാനായി മൈൻഡിനെ, ബ്രെയിനിനെ, മനഃശക്തിയെ എങ്ങനെ രൂപപ്പെടുത്താം, എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ള വിഷയമാണ് ശരിക്കും ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിയിലെ ഒരു വിഷയത്തിലേക്ക് ഇതിനെ നമുക്ക് നോക്കാം. പല ആളുകളുടെയും അന്ധവിശ്വാസങ്ങളും ശരിയായ വിശ്വാസങ്ങളും ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ മാത്രം ലഭിക്കുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യത്തിലേക്ക് ഒന്ന് പോകാം. ഈ പ്രാവശ്യം നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം സമയം പോലെ. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം വ്യക്തമായി കേട്ടിട്ട് വേണം അതിന് ഉത്തരം നൽകാൻ. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തോ അല്ലെങ്കിൽ എന്താ പറയാ കമന്റിലൂടെയോ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആ ചോദ്യം ശാസ്ത്രീയമായ ചോദ്യമാണ്. മതവിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല, മതപരമായതോ വിശ്വാസപരമായോ ആയ ചോദ്യമല്ല, ശാസ്ത്രീയമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങൾ അറിയാതെ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും ചില പദങ്ങളും വാക്കുകളും ആവർത്തിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ മിസ്സായെങ്കിൽ മിസ്സാവുന്നവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതിൽ അരോചകത എഴുതിയാൻ അപേക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ മസ്തിഷ്കം, നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ അറിയാതെ എനിക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ ജീവിത ലക്ഷ്യമോ വലിയൊരു സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ എത്തിച്ചു തരാൻ എനിക്ക് കഴിയുമോ? നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും, നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങൾക്ക് നേടിത്തരാൻ, നിങ്ങൾ അറിയാതെ നേടിത്തരാൻ, നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് തന്നെ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടിത്തരാൻ എനിക്ക് കഴിയുമോ? മറ്റൊരു വ്യക്തിക്ക് കഴിയുമോ? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞോളൂ. മൈക്ക് ഓൺ ചെയ്തോ? നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം. വളരെ സഹകരണ മനോഭാവത്തോടെ പരസ്പര ബഹുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കഴിയുമോ അത്? മൈക്ക് ഓൺ ചെയ്തോ? കമന്റ് വഴി ഉത്തരം നൽകാം. ദീപിക മേഡം ഇല്ല, ദീപിക മേഡം ഇല്ല. ഇനിയും മാത്യു വർഗീസ് സാർ നോ, മാത്യു വർഗീസ് സാർ പറയുന്നു നോ. ഇനിയും പോരട്ടെ, അത്യാവശ്യം ഒന്ന് പ്രതിനിധീകരിച്ച് കുറെ ആളുകൾ ഉത്തരം വന്നാല്. നൗഷാദ് ബോംബെ സാർ, നൗഷാദ് സാർ നെവർ. നൗഷാദ് സാർ പറയുന്നു നെവർ. വരുൺ കുമാർ സാർ നോ, യെസ്. ടിബു സാർ പറയുന്നു യെസ് പറയുന്നു. വരുൺ കുമാർ സാർ നോ പറയുന്നു. സാംസങ് SM എന്ന അക്കൗണ്ടിൽ നിന്ന് നോ. അനിൽ കുമാർ സാർ പറയുന്നു നോ. നോ. രതീഷ് സാർ പറയുന്നു, രതീഷ് കെ നായർ, രതീഷ് സാർ പറയുന്നു നോ. അജാവ് സാർ പറയുന്നു നോ. ഞാൻ ചോദിക്കുന്നത്, ഇത് മനഃശാസ്ത്രപരമായ ചോദ്യമാണ് ചോദിക്കുന്നത്, അന്ധവിശ്വാസമോ ഹിപ്നോട്ടിസമോ ഒന്നും അല്ല. ഹിപ്നോട്ടിസം അല്ല. ബാബു സാർ പറയുന്നു നോ. യെസ്, നിങ്ങൾ ഇന്ററാക്ട് ചെയ്തതിൽ വളരെ സന്തോഷം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഏതായാലും അമ്മയെ തല്ലിയാലും 2 വർഷം, 1-2 പേര് എസ് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം പേര് നോ ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു സീജാകുമാരി മേഡം പറയുന്നു യെസ്. ആരോ യെസ് പറഞ്ഞ ആളുടെ പേര് ഞാൻ നോട്ട് ചെയ്തില്ല. ഓക്കെ, ശരി, ഞാൻ തെറ്റി പറഞ്ഞ. അതായത് ഇനി ഒരു കാര്യം, അതായത് ഇപ്പൊ എന്തായാലും ഉത്തരങ്ങൾ യെസും നോയും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി ഒരു ആതിര മേഡം പറയുന്നു യെസ് പറയുന്നു. ഓക്കെ, എന്തായാലും ഇത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത് അന്ധവിശ്വാസപരമായതോ മതവിശ്വാസപരമായതോ ആയ ഒരു ചോദ്യമല്ല ഞാൻ ചോദിച്ചത്, ശാസ്ത്രീയമായ ചോദ്യമാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കാൻ, നിങ്ങൾ അറിയാതെ എത്തിക്കാൻ, ഞാനാണ് ചെയ്തത്, നിങ്ങൾ അറിയുന്ന പോലുമില്ല അത്രേ, അങ്ങനെ അത് എത്തിക്കാൻ എനിക്ക് കഴിയുമോ, മറ്റൊരു വ്യക്തിക്ക് കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഇല്ല എന്നും ഉണ്ട് എന്നും ഉത്തരങ്ങൾ വന്നിട്ട് ബഹുഭൂരിപക്ഷം ഉത്തരങ്ങൾ ഇല്ല എന്നായിരുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഉത്തരമല്ല മറ്റൊന്നാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരിയായതെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ആ ഉത്തരം മാറ്റാമോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ അറിവല്ല, നിങ്ങൾ പറഞ്ഞ ഉത്തരമല്ല ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ
എല്ലാ ഈഗോകളും മുൻവിധികളും മറ്റു വളരെ ഫ്രീ മൈൻഡോടെ നൗഷാദ് സാറൊക്കെയാണ് നെവർ എന്ന് ഉത്തരം പറഞ്ഞത്. ആ ഉത്തരമല്ല ശരിയെന്ന് അത് മാറ്റാൻ തയ്യാറാണോ? അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് നാം നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക അവസ്ഥയിലേക്കുള്ള മാറ്റം നമ്മിൽ സംഭവിക്കുക. യെസ്, ആദിദേവ് സാർ പറയുന്നു മാറ്റാമെന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇങ്ങോട്ട് കേട്ടോളൂ. ആ ചോദ്യത്തിന് ഉത്തരം കഴിയുമെന്നാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യമോ നിങ്ങളുടെ ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ എത്തിക്കാൻ എനിക്ക് കഴിയും. അതിന്റെ ടെക്നിക്ക് പഠിച്ച ആളുകൾക്ക് കഴിയും. വളരെ അപൂർവ ആളുകളേ ഉള്ളൂ. അല്ല, കാരണം ഞാൻ പിന്നാലെ പറഞ്ഞുതരാം, സമയം കിട്ടും. അത് എത്രയേ ഉള്ളൂ. അതായത് ഇപ്പം അണുബോംബിന്റെ രഹസ്യം അറിയുന്ന എല്ലാവരും അത് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. എന്തിനാണ് ഒരു റിവോൾവറിന്റെ സീക്രട്ട് പോലും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടില്ല. അത് പുസ്തകങ്ങളിലോ. അതിന് ഉത്തരത്തേക്ക് തരാം. നൗഷാദ് സാർ അതൊന്നും ആയിട്ടില്ല, ഞാൻ ഉത്തരത്തേക്ക് വരുന്നതേ ഉള്ളൂ. അതിന് ഉത്തരം കഴിയുമെന്നാണ്. കാരണം പക്ഷേ ഇത് കഴിയുമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞ ഒരു സൂം മീറ്റിംഗിൽ ഒന്ന് ഒറ്റ വാക്ക് പറഞ്ഞു പോയാൽ യെസ്, അത് സൈക്കോളജി അല്ല, സൈക്കോളജിയിലെ PhD പോലും പഠിപ്പിക്കാത്ത വിഷയമാണ്. അപ്പൊ അതാ പറഞ്ഞത്. ഫിസിക്സിലെ PhD മറ്റോ അതിന്റെ അണുബോംബിന്റെയോ റിവോൾവറിന്റെ പോലും ഫോർമുലയും സീക്രട്ടും ഒന്നും ഫിസിക്സിലെ PhD എടുത്ത് പോലും ആൾക്കും അറിയണമെന്നില്ല. അതിന്റെ രഹസ്യം മറ്റൊന്നാണ്. അത് യോഗ്യരായ ആളുകളെ മാത്രമേ അത് അറിയുന്ന ആളുകൾ പഠിപ്പിക്കുള്ളൂ. അത് അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പം അതൊക്കെ ആണെങ്കിൽ മിലിറ്ററിയിലോ അല്ലെങ്കിൽ അതിന്റെ അത്തരം മേഖലകളിൽ പിന്നെ എത്തിപ്പെടുമ്പോൾ അവിടെ യോഗ്യരായ ആളുകളെയാണ് പഠിപ്പിക്കുന്നത് എന്നത് ഇപ്പൊ മനഃശാസ്ത്രത്തിലെ പ്രബന്ധങ്ങളിലൊന്നും ഇതിന് ഉത്തരം കാണാൻ കഴിയില്ല. അതിനുത്തരം ഇത് ശാസ്ത്രീയമാണ്. അതിനുത്തരം കഴിയുമെന്നാണ്. 100% കഴിയും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലൈഫിൽ എത്തിക്കാൻ എനിക്ക് കഴിയും. അത് അറിയുന്നവർക്ക് കഴിയും. കാരണം സയൻസിന് എപ്പോഴും പ്രൂഫ് ഉണ്ട്. ഞാൻ അതിന്റെ പ്രൂഫ് തരാം. ശരിക്കും അതിന്റെ പ്രൂഫ് നൽകാൻ പാടില്ല. ഇദ്ദേഹം മുങ്ങാണോ, സ്ക്യൂട്ട് ആവുകയാണോ, ഒഴിയുകയാണോ എന്നല്ലേ. അല്ല, ഞാൻ അതിന്റെ പ്രൂഫ് തരാം. പക്ഷെ ശരിക്കും പ്രൂഫ് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് കാര്യങ്ങളാണ്. അത് പ്രൂഫ് കൊടുക്കാതെ ചെയ്യുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കൂടുതൽ ഫലപ്രാപ്തിയിലെത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോകുന്ന അത്രയും പ്രൂഫ് ഞാൻ തരാം. അതിന്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മാജിക് കാണാൻ പോകുമ്പോൾ ആ മാജിക്കിന്റെ രസം പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ ആ മാജിക്കുകാരൻ ആ മാജിക്കിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിക്കൊണ്ട്, മാജിക്കിന്റെ രഹസ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ മാജിക് അദ്ദേഹം കാണിക്കുന്നതെങ്കിൽ ആ മാജിക്കിന്റെ രസം നമുക്ക് കിട്ടുമോ? കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പിന്നെ അത് മാജിക്കായി മാറില്ല. മാജിക്കിന്റെ ഫലം പോകും. വിൽ യു പ്ലീസ് ലിമിറ്റ് റിപ്പീറ്റേഷൻ ഫോർ ദ സ്മൂത്ത് പ്രോഗ്രഷൻ ഓഫ് യുവർ ഡിസ്ക്ലോഷർ പ്രഷ്. ഓക്കെ, അതല്ല സാർ, അതിനൊരു ഉത്തരമുണ്ട്. അതൊരു മുട്ടാപ്പോക്കല്ല. കാരണം ആവർത്തിക്കുന്നതിന്റെ കാരണം പലപ്പോഴും നമുക്ക് ഫീഡ്ബാക്കുകൾ എടുക്കുമ്പോഴും പിന്നീട് പറയാറുണ്ട്, പലരും ഇടയ്ക്ക് മിസ്സായി പോകുന്നവരും നെറ്റ് പോകുന്നത് കൊണ്ടൊക്കെ പലപ്പോഴും മിസ്സായി പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന് അത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്യുന്നതിന് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ചില ക്ലാസ്സുകളിൽ ആർക്കെങ്കിലും പോലും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. പലരും അത് ജസ്റ്റ് നെറ്റ് കട്ടാവുന്നതുകൊണ്ടും ശ്രദ്ധ പോകുന്നതുകൊണ്ടും മിസ്സായി പോകുന്നവരുണ്ടാകാം. അതുകൊണ്ട് കൂടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം റിപ്പീറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് നമുക്ക് സ്വല്പം ഈ പരിശീലനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതും ഒരു അനുഭാവപൂർവ്വം മനസ്സിലാക്കിക്കോളൂ. അതിന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. പരിശീലനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു കാര്യം തന്നെ ആവർത്തിക്കലാണ്. അപ്പൊ ആവർത്തിക്കുന്നതിന് വലിയ മനോഹാരിതയുണ്ട്. അത് നമ്മൾ ആവർത്തിക്കുന്നതിൽ ബോറടിക്കാത്തവർക്കാണ് നമുക്ക് ഈ പരിശീലനം തുടർന്ന് വിജയിക്കാനും കഴിയുക എന്നും ഏറ്റവും സ്നേഹത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇവിടെ അത് പലർക്കും അത് ഒരാൾക്ക് പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് കേട്ടോളൂ, അത് നന്നായിരിക്കും. ഏതായാലും മാജിക്കിന്റെ രഹസ്യം വെളിപ്പെടുത്തിയാൽ അതിന്റെ ആ ഫലം പോകും. പിന്നെ അത് മാജിക് ആവില്ല എന്നതുപോലെയാണ്. എങ്കിലും ഇവിടെ ആ വിശ്വാസ്യതയ്ക്ക് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നേരത്തെ വാഗ്ദാനം നൽകിയത് കൊണ്ടും ഞാൻ അതിന്റെ രഹസ്യം വെളിപ്പെടുത്താം. നിങ്ങൾക്കത് മനസ്സിലാകുന്ന അളവില്. അതായത് നിങ്ങളുടെ ആ നോ എന്നുള്ള ഉത്തരമല്ലായിരുന്നു ശരി, അത് യെസ് എന്നാണ് എന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചറിയാൻ മാത്രം അതിന്റെ തെളിവ് ഞാൻ തരാം. എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ പോയിന്റ്, അതിന്റെ സയൻസ് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ആ സയൻസും അതിന്റെ സയൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക്. ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധുവായ നല്ലൊരു കഴിവുള്ള ഒരു ഗായകനാണ് ഞാൻ ഇരിക്കട്ടെ, ഒരു പാട്ടുകാരനാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും സംഗീത പ്രേമികളുമാണെന്നിരിക്കട്ടെ. ഒരു പക്ഷേ സംഗീത പ്രേമികളല്ലാത്തവരിവിടെ ഉണ്ടാകാം. പക്ഷെ തൽക്കാലം നിങ്ങൾ എല്ലാവരും സംഗീത പ്രേമികളാണെന്നിരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എന്റെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 4:30-ക്കാണ് പാട്ട് പരിപാടി ആരംഭിക്കുക. നിങ്ങൾ എല്ലാവരും 4 മണിക്ക് എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. നിങ്ങളായിട്ട് സ്വയം നേരത്തെ എത്തിയതാണ്. നിങ്ങൾ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനും 4:10 ആയപ്പോഴത്തേക്കും, ഞാൻ 4 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അങ്ങ് എത്തി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. നിങ്ങൾ പറഞ്ഞു, ഓ താങ്ക് യു സാർ, ഹാപ്പി, സന്തോഷം, സാർ നേരത്തെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. 4:30-ക്കേ പക്ഷേ പ്രോഗ്രാം ആരംഭിക്കുള്ളൂ. കാരണം 4:30-ക്ക് വരുന്നവരുണ്ടാവുമല്ലോ.
മിസ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് 4:30 ആരംഭിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാപ്പി, സന്തോഷം സാർ, സാർ നേരത്തെ എത്തിയല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ, സെൽഫി എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരു പാട്ടിന്റെ 2 വരി, ഒരു പാട്ടിന്റെ 2 വരി പാട്ട് മാത്രം ഞാൻ ആവർത്തിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ചോദിച്ചു അതെന്തേ? അല്ല, ഞാൻ പറഞ്ഞത് ഈ ഓർക്കസ്ട്രാക്കാർക്ക്, ഈ പക്കമേളക്കാർക്ക് ഈ സ്വരത്തിനനുസരിച്ച് അവരുടെ ഉപകരണങ്ങളുടെ ശ്രുതി ചേർക്കാനും, അതിന്റെ ഉപകരണം അയക്കാനും മുറുക്കാനും അതിന്റെ ശ്രുതി ചേർക്കാനായിട്ട് ഞാൻ ഒരു പാട്ടിന്റെ 2 വരി മാത്രം ആവർത്തിക്കുന്നുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വീണ്ടും ഹാപ്പിയായി. നിങ്ങൾ പറഞ്ഞു സാർ ഞങ്ങൾക്കും അത് കാണാമല്ലോ, കേൾക്കാമല്ലോ, ഞങ്ങൾക്കും ആ 2 വരി ആസ്വദിക്കുകയും ചെയ്യാമല്ലോ, ഞങ്ങൾ അവരുടെ ഫാനാണ്, ഈ ഗായകന്റെ, എന്റെ അല്ല, ആ ഗായകനായിട്ട് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളത് സംബന്ധിച്ചു, നിങ്ങളത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഈ ഒരു പാട്ടിന്റെ 2 വരി മാത്രം ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കുന്നില്ല. ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴൊന്ന് സങ്കല്പിക്കുന്ന ഫീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ സയൻസ് മനസ്സിലാവും. അപ്പൊ ഞാൻ 2 വരി പാട്ട് ആവർത്തിക്കുകയാണ്. ഉദാഹരണം, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. അടുത്ത വരിയില്ല, ഈ 2 വരി മാത്രം ആവർത്തിക്കുകയാണ്. നിങ്ങളത് ആസ്വദിക്കുകയാണ്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. ഓർക്കസ്ട്രക്കാർക്ക് വേണ്ടിയാണ്, പക്ഷെ നമ്മൾ ആസ്വദിക്കുകയാണ്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. ഞാനിത് ഒരു 20 മിനിറ്റ് ആവർത്തിച്ചു. പലർക്കും തോന്നും മതി, അടുത്ത പോയിന്റിലേക്ക് കിടക്കുന്നില്ലേ. പക്ഷെ ചില കാര്യങ്ങൾ അത് സഹിഷ്ണുതയോടെ അത് അതിന്റെ രീതിയിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ആശയവിനിമയം നടത്താൻ കഴിയുക. ഏതായാലും ഞാൻ ഈ 2 വരി മാത്രം, ഈ 2 വരി ഞാൻ 20 മിനിറ്റ് ആവർത്തിച്ചു. 2 വരി 20 മിനിറ്റ് ഞാൻ ആവർത്തിച്ചു. നിങ്ങൾ അത് ആസ്വദിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങ് നിർത്തി. ഇനി എല്ലാവരും സത്യസന്ധമായി ഉത്തരം പറയൂ. അടുത്തൊരു 20 മിനിറ്റിനുള്ളിൽ ഈ ഹാളിനുള്ളിൽ പലരുടെയും നാവിൽ അവരറിയാതെ ഈ വരി തത്തിക്കളിക്കുമോ ഇല്ലയോ? ഇതിന് നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞോളൂ. സത്യസന്ധമായ ഉത്തരം പറയുക. നേരത്തെ ഉത്തരം പറയുക ദീപിക മേഡം, മാത്യു സാറ്, നൌഷാദ് സാറ്, വരുൺകുമാർ സാറ്, ഷിബു സാറ്, അനിൽകുമാർ സാറ്, രതീഷ് സാറ്, നിങ്ങളൊക്കെ. പ്രസീജ മേഡം ഉണ്ട്, യെസ്. ആതിര മേഡം, യെസ്. നൌഷാദ് സാറിന്റെ ഉത്തരം, നൌഷാദ് സാറ്, മാത്യു വർഗീസ് സാറ്, യെസ്. സുജ സാർ, യെസ് 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 യെസ്. മാത്യു വർഗീസ് സാർ ഉത്തരം പറഞ്ഞു, യെസ്. താങ്ക് യു സാർ. നൌഷാദ് സാറ്, യെസ്. താങ്ക് യു സാർ. മതി, ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. നമുക്ക് സമയം ഒട്ടും പാഴാക്കേണ്ടതില്ല. അടുത്ത പോയിന്റിലേക്ക്, യെസ്, ഗാലക്സി A20 അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, ഇത്രയും മതി. ഇനി ബാക്കി പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇത്രയും മതി. ഇനി ആൻസേഴ്സ് വേണ്ടതില്ല. ഇനി നമുക്ക് ആവശ്യം വന്ന് ഇന്ററാക്ട് ചെയ്യാം. ഇപ്പൊ മതി. സന്തോഷം, നന്ദി. അപ്പോ നിങ്ങൾക്ക് ഈ ഉത്തരത്തിൽ നിന്ന് ഇനി അതിന്റെ ബാക്കി പഠിപ്പിക്കാൻ എളുപ്പമാണ്. പ്രപഞ്ചം രഹസ്യം പരസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അതൊരു ടീച്ചർ വെളിപ്പെടുത്തുമ്പോഴാണ് അത് മനസ്സിലാവുക. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് റെക്കോർഡിംഗ് അയച്ചു തരാം സാർ, റെക്കോർഡിംഗ് അയച്ചു തരാം കേട്ടോ. യെസ്, ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല പലതും, ചില തിരിച്ചറിവുകളാണ് നമുക്ക് പുതിയ വമ്പൻ അറിവുകൾ നൽകുക. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നേടാനും ചില തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവ് നൽകാൻ ഒരു കോച്ചിന് കഴിയും. ഇവിടെ ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി നിങ്ങൾക്ക് അതിന് ഉത്തരം പഠിപ്പിക്കാം. പ്രപഞ്ചം രഹസ്യം പരസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതൊരു തിരിച്ചറിവ് നൽകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ശ്രദ്ധിച്ചോളൂ, ഉത്തരത്തിലേക്ക് വരുന്നു. നോക്കൂ, ഇവിടെ നിങ്ങളുടെ നാവിൽ ആ വരി നിങ്ങൾ അറിയാതെ തത്തി കളിച്ചതാണ്. ഇദ്ദേഹം പാടി, നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് പാടിയതല്ല. പുള്ളി ഒരു 20 മിനിറ്റ് ആവർത്തിച്ചതുകൊണ്ട് ഞാനും ആ വരി തന്നെ ഒന്ന് മൂളിക്കളയാം എന്ന് കരുതി, അല്ലെങ്കിൽ എന്റെ ചുണ്ടിൽ വരുത്തിക്കളയാം എന്ന് നിങ്ങൾ മനഃപൂർവ്വം വരുത്തിച്ചതല്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിൽ ആ വരി എത്തി. നിങ്ങളുടെ നാവിൽ ആ വരി കൊണ്ട് എത്തിച്ചത് ലിവർ ആണോ ബ്രെയിൻ ആണോ? നിങ്ങൾക്കറിയാം, ബ്രെയിൻ ആണ്. അപ്പൊ അതൊരു ബ്രെയിൻ ഗെയിമാണ്. നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ ബ്രെയിൻ ആണ് ആ വരി എത്തിച്ചത്. ഏത് വരിയാ അവിടെ എത്തിയത്? ഇദ്ദേഹം, മറ്റൊരു വ്യക്തി, ഞാൻ നിങ്ങളുടെ കാതിൽ കേൾപ്പിച്ച വരിയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പാടിയ വരി ഞാൻ നിങ്ങളുടെ കാതിൽ ആവർത്തിച്ച് ഒരു പ്രത്യേക താളത്തിൽ, പ്രത്യേക വേവ് ലെങ്ത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേക വേവ് ലെങ്ത്തിൽ, ഞാനൊരു പ്രത്യേക ഈണത്തിൽ, പ്രത്യേക വേവ് ലെങ്ത്തിൽ ആവർത്തിച്ച് നിങ്ങളുടെ കാതിൽ എത്തിച്ച വരിയാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ നാവിൽ എത്തിച്ചത്. ഇവിടെ ശാസ്ത്രീയമായി സംഭവിച്ചത് എന്താ?
ഈ നാവിൽ നിന്നും, ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വന്ന ശബ്ദബീജികൾ നിങ്ങളുടെ കാതിന്റെ ഡയഫ്രത്തിൽ എത്തുകയും അത് ഓഡിറ്ററി നെർവസ് സിസ്റ്റം വഴി ബ്രെയിനിൽ എത്തുകയും ചില രീതിയിൽ ആവർത്തിച്ചപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ നാവിൽ എത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്, ചില പ്രത്യേക താളത്തിൽ, ചില പ്രത്യേക വേവ് ലെങ്ത്തിൽ അന്യനാവർത്തിക്കുന്ന വരികൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ നാവിൽ നാം അറിയാതെ എത്തിക്കും എന്നതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അന്യനാവർത്തിക്കുന്ന വരികൾ പോലും നിങ്ങളുടെ നാവിൽ നിങ്ങൾ അറിയാതെ തത്തിക്കളിക്കുമെങ്കിൽ അടുത്ത 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ നാവിൽ ഏത് വരി തത്തിക്കളിക്കണമെന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ? നിങ്ങളുടെ നാവിൽ സ്വർഗം താണിറങ്ങി എന്ന വരി വരണമോ, നിങ്ങളുടെ നാവിൽ ഓലഞ്ഞാലിക്കുരുവി എന്ന വരി വരണമോ, നിങ്ങളുടെ നാവിൽ ജിമിക്കിക്കമ്മൽ എന്ന വരി വരണമോ എന്ന് ഇദ്ദേഹത്തിന് തീരുമാനിച്ചു കൂടെ? സത്യസന്ധമായ ഉത്തരം ചിന്തിക്കൂ, പറയൂ, അല്ലെ? ശരിയല്ലേ? അടുത്ത 20 ഇത് അതിന്റെ ഏറ്റവും ലളിതമായ, അതായത് അപകടകരമല്ലാത്ത ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് യെസ്, താങ്ക് യു ലിപിൻ സാർ. നൗഷാദ് സാർ എന്ന് പറയുന്നു, നൗഷാദ് സാർ, മാത്യു വർഗീസ് സാർ എന്ന് പറയുന്നു. അതായത് മറ്റു മനുഷ്യരെ അയാൾ അറിയാതെ നമുക്ക് അയാളുടെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ കഴിയും. ഇത് മനുഷ്യനെ വധിക്കാൻ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന നിയമമാണ്. ആ നിയമത്തിന്റെ പേരാണ് ബ്രെയിൻ ഹാക്കിംഗ്. ബ്രെയിൻ ഹാക്കിംഗ് എന്നും ബയോ ഹാക്കിംഗ് എന്നും ഗ്യാസ് ലൈറ്റ് എന്ന പേരിലും ഈ നിയമം അറിയപ്പെടുന്നു. ശരിക്കും അതിന്റെ മനഃശാസ്ത്രപരമായ പേര് മറ്റൊന്നാണ്, അതിന്റെ അടിസ്ഥാന പേര് മറ്റൊന്നാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് ഗ്യാസ് ലൈറ്റ് എന്നൊരു സിനിമ ഈ നിയമത്തെ ആസ്പദമാക്കി ഇറങ്ങിയതിനു ശേഷമാണ് ഗ്യാസ് ലൈറ്റ് എന്ന പേരിലും പല രാജ്യങ്ങളിലും ഇത് അറിയപ്പെടുന്നത്. പല രാജ്യങ്ങളിലെയും പല പ്രബന്ധങ്ങളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ബയോ ഹാക്കിംഗ്, ബ്രെയിൻ ഹാക്കിംഗ്, ഗ്യാസ് ലൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് ഇത് സയന്റിഫിക് ആണ്. ഇത് തന്നെയാണ് പണ്ട് കാലത്ത് സൂഫിമാരും സന്യാസിമാരും പാതിരിമാരും ഒക്കെ അനുഗ്രഹിച്ച് നേടിക്കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? കാരണം സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം മാത്രമല്ല മനഃശാസ്ത്രമുള്ളത്, അതിനു മുൻപും മനഃശാസ്ത്രം ഉണ്ടായിരുന്നു. അത് മറ്റു പല ഗ്രന്ഥങ്ങളിലുമായിരുന്നു ചിതറിക്കിടന്നിരുന്നത്, പ്രത്യേകിച്ച് മതഗ്രന്ഥങ്ങളിലാണ് ചിതറിക്കിടന്നിരുന്നത്. അതിനെ ഫ്രോയിഡ് അതിനെ മതപരമായത് പ്രാർത്ഥനയും മതവും ഒക്കെ മാറ്റിയിട്ട് അതിനെ ശാസ്ത്രം മാത്രമാക്കി ക്രോഡീകരിച്ച വ്യക്തിയാണ് ഫ്രോയിഡ് എന്ന് പറയാം. ഫ്രോയിഡിന്റെ സ്വന്തം നിഗമനങ്ങളല്ല പലതും, അദ്ദേഹം മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചതുമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം നിഗമനങ്ങളും ഉണ്ട്. അപ്പൊ ഏതായാലും ഫ്രോയിഡിന് മുൻപും ഇത്തരം രഹസ്യങ്ങൾ ലോകത്തുണ്ടായിരുന്നു. അത്തരം രഹസ്യങ്ങൾ ഉപയോഗിച്ച് മറ്റു മനുഷ്യരെ അനുഗ്രഹിച്ചും വാക്കുകൾ അവരറിയാതെ തന്നെ ചില വാക്കുകൾ അത് നേടിക്കൊടുത്തിരുന്ന ശാഖയാണ് ഈ സൂഫിമാരും സന്യാസിമാരും ഉപയോഗിച്ചിരുന്നത്. വധിക്കാൻ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന നിയമമാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തില് വധിക്കാൻ പോലും കഴിയുന്നതാണ് എന്നുള്ളൊരു സൂചന, ഒരു വ്യക്തി വധിക്കപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ. ഏതായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അതിന്റെ ഇത് വലിയൊരു തലമാണ്, വലിയൊരു ഡയമെൻഷനാണ്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഡയമെൻഷന്റെ പേരാണ് ഓഡിറ്ററി ഇൻഫ്ലുവൻസ്, ശ്രവണ സ്വാധീനം. ഒരാളുടെ കാതിന്റെ ശേഷി ഉപയോഗിച്ച് അയാൾ അറിയാതെ അയാളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കമാൻഡ് കൊടുക്കാനും അയാളുടെ ബ്രെയിനിനെ കൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ നടപ്പാക്കിക്കാനും കഴിയും. ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ഉപയോഗിക്കുന്ന ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് ഇതിന്റെ കുറച്ച് ഡയമെൻഷൻസ് കൂടെ പറഞ്ഞു തരാം. അടുത്തത്, ഇനി കാതിന് കേൾവി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? കാതിന് കേൾവി ഇല്ല എങ്കിൽ വിഷ്വൽ ഇൻഫ്ലുവൻസ്, ദർശന സ്വാധീനം. അയാളുടെ കണ്ണിൽ നമുക്ക് പല രീതിയിൽ കാഴ്ചകളായി കാണിക്കാൻ കഴിയും. എഴുതി കാണിക്കാം, ചിത്രങ്ങളായി കാണിക്കാം, പല രീതിയിൽ. അത് നിറങ്ങൾ മാറി മാറി കാണിക്കാം, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉപയോഗിച്ച് കാണിക്കാം. അങ്ങനെ പല രീതിയിൽ അയാളുടെ കണ്ണിലൂടെ അയാളുടെ ബ്രെയിനിലേക്ക് കമാൻഡുകൾ കൊടുക്കാനും അയാളുടെ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്യുകയും അയാളെ കൊണ്ട് നടപ്പാക്കിക്കാനും കഴിയും. ഇനി കണ്ണിനും കാഴ്ചയില്ലെങ്കിലോ കാതിനും കേൾവിയില്ലെങ്കിലോ കിനസ്തെറ്റിക് ഇൻഫ്ലുവൻസ്, സ്പർശന സ്വാധീനം. അയാൾക്ക് മനസ്സിലാകുന്ന ബ്രെയിൻ ലാംഗ്വേജിൽ, അയാളുടെ ശരീരത്തിലോ അയാൾക്ക് മനസ്സിലാകുന്ന ബ്രെയിൻ ലാംഗ്വേജിലോ അയാളുടെ ബ്രെയിനിലേക്ക് കമാൻഡുകൾ കൊടുക്കാൻ കഴിയും. അങ്ങനെ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, അരോമ തുടങ്ങിയ നിരവധി ഡയമെൻഷൻസിലൂടെ മറ്റൊരു മനുഷ്യന്റെ ബ്രെയിനിലേക്ക് അയാൾ അറിയാതെ പല കമാൻഡ്സും കൊടുക്കാൻ കഴിയും. ഹിപ്നോട്ടിസം ഒന്നും അല്ലാതെ. അയാൾ അറിയില്ല. ഇവിടെ ഞാൻ പൊട്ടനെ പോലെ ഇരുന്നൊരു പാട്ട് പാടുകയായിരിക്കും ചെയ്യുന്നത്, ഞാൻ പൊട്ടനെ പോലെ ഇരുന്ന് ചില ആംഗ്യങ്ങൾ കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്. അയാൾ വിചാരിക്കും ഞാൻ പൊട്ടത്തരം കാണിക്കുകയാണെന്ന്. പക്ഷെ അയാളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ നിയമത്തിന്റെ ശരിയായ പേര്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കുറച്ചുകൂടെ മനസ്സിലാവും. അതിന്റെ ശരിയായ പേര് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ എന്നാണ്. ഉപബോധ മനസ്സിന്റെ ഒരു ശേഷിയാണത്. നമ്മളിനി മൈൻഡിലേക്ക് വരികയാണെങ്കിൽ, ആ ബ്രെയിൻ എന്ന ഹാർഡ്വെയറിൽ നിന്ന് മൈൻഡ് എന്ന സോഫ്റ്റ്വെയറിലേക്ക് മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് ഉപബോധ മനസ്സിന്റെ ശേഷിയാണ്. ആ ശേഷിയുടെ പേരാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ. ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷന്റെ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ലളിതമായി.
നിങ്ങൾ ബൈക്ക് ഓടിക്കുകയോ കാർ ഓടിക്കുകയോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത്യാവശ്യം പരിചയസമ്പത്തുള്ളവർ നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് നിങ്ങളുടെ ഹോം ടൗണിൽ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് കാറോ ബൈക്കോ ഓടിച്ചു പോകുന്നത് പോലെ അത് നിങ്ങൾ അറിഞ്ഞല്ല ഓടിച്ചു പോകുന്നത്. എത്ര അളവിൽ ക്ലച്ച് കൊടുക്കണം, എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം, എത്ര അളവിൽ ക്ലച്ച് താങ്ങണം, എത്രാമത്തെ ലെഫ്റ്റ് ആണെന്നൊന്നും നമ്മൾ ഓർത്തോർത്ത് ആദ്യ പ്രാവശ്യം പോയതുപോലെ പോകേണ്ടത് ആവശ്യമില്ല. ഒരു എമർജൻസി ഫോൺ കോൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതുകൊണ്ട് ആവർത്തന വിരസതയോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ച് പറയാത്തത്. അതായത് എമർജൻസി ഫോൺ കോൾ കൂടെ ഉണ്ടെങ്കിൽ വണ്ടി വീട്ടിലെത്തും. പലപ്പോഴും വണ്ടി കാണുന്നത് പോലുമില്ല. എത്ര വണ്ടിയെ നിങ്ങൾ ഓവർടേക്ക് ചെയ്തു, എത്ര ഗട്ടർ നിങ്ങൾ ഒഴിവാക്കി, അവിടെ എത്രമാത്രം നിങ്ങൾ ആ ക്ലച്ച് താങ്ങുകയും ഗിയർ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇതൊന്നും നിങ്ങൾ ബോധപൂർവ്വം അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആണ് ചെയ്യുന്നത്. നാം അറിയാതെ നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നടപ്പാക്കുന്ന മൈൻഡിന്റെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗത്തിന്റെ പേരാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. അപ്പൊ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷനിലേക്ക് ഒരു കമാൻഡ് നിങ്ങൾ അറിയാതെ എത്തിക്കേണ്ട ഡ്യൂട്ടിയെ എനിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾ അറിയാതെ അത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളുടെ ലൈഫിൽ നടപ്പാക്കിക്കൊള്ളും. ഇപ്പൊ ഈ പാട്ട് പാടിയ ഉദാഹരണം പോലെ ക്ലിയർ ആണോ ഈ പോയിന്റ്? മാത്യു വർഗീസ് സാറും നൌഷാദ് സാറും വരുൺ കുമാർ സാറും ആൻസർ പറഞ്ഞാൽ സന്തോഷമായി. എല്ലാവർക്കും ഒന്ന് പ്രതികരിച്ചു. താങ്ക് യു സാർ, സന്തോഷമായി. നമുക്ക് ഇനി അടുത്ത ഇത് എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള പ്രായോഗിക നിയമം പറഞ്ഞുതരാം. താങ്ക് യു സാർ. നിങ്ങൾക്കത് മാറ്റാൻ കഴിഞ്ഞോ നൌഷാദ് സാർ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പോ വരുൺ കുമാർ സാറ്, അനിൽ കുമാർ സാർ, രതീഷ് സാർ, ഉജ്വാസ് സാർ, ബാബു സാർ, ശരിയാണോ? ക്ലിയർ അല്ലേ? സംഗതി ക്ലിയർ അല്ലേ? യെസ് യെസ്, താങ്ക് യു സാർ. യെസ് വരുൺ കുമാർ സാർ, താങ്ക് യു സന്തോഷം. സന്ദീപ് സാർ, താങ്ക് യു. യെസ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നാൽ രണ്ടു മൂന്ന് കാര്യം. അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം സത്യമല്ലാതാകില്ല. കാരണം അതൊരു ടീച്ചർക്ക് അത് വെളിപ്പെടുത്തി തരാൻ കഴിയും. നിങ്ങളുടെ അദ്ദേഹത്തിന്റെ മുന്നിൽ. യെസ്, താങ്ക് യു സാർ. മതി, സന്തോഷം, മതി. കാര്യം മനസ്സിലായില്ല. എല്ലാം അതായത് സത്യസന്ധമായി മനസ്സിലാക്കുന്ന, മുൻവിധികളില്ലാത്ത, മുട്ടാപ്പോക്ക് നയക്കാരല്ലാത്ത, ദുർവാശിക്കാരല്ലാത്ത എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിവിടെ പഠിപ്പിച്ചു എന്നാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് ഇന്നലെ വരെ അറിയാത്ത കാര്യങ്ങളൊക്കെ പുതുതായി ഒരാൾ പറയുമ്പോൾ അതെല്ലാം തട്ടിപ്പൊന്നും അല്ല, അതിനകത്ത് പല രഹസ്യങ്ങളും ഉണ്ടാകാമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ രഹസ്യം ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയും സ്റ്റോക്ക് മാർക്കറ്റിൽ. എങ്ങനെയെന്നാൽ ഇവിടെ ആദ്യം പറഞ്ഞൊരു വാചകത്തോട് നമുക്ക് ലിങ്ക് ചെയ്യാം. ദരിദ്രനോട് ധനം ആഗ്രഹിക്കുന്നവർ, ധനം നേടാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ദരിദ്രനോട് കൂട്ടുകൂടരുത്. ദരിദ്രൻ എന്താ കൂടുതൽ കേൾപ്പിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ സ്വയം. എല്ലാത്തിനും നമുക്ക് ഇന്ററാക്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ദരിദ്രൻ എന്താ കൂടുതൽ കേൾപ്പിക്കുക? ദാരിദ്ര്യം, 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 ഇല്ല, അല്ല, ഒറ്റ, പോപ്പ്, പണ്ടാരം, നാട് ശരിയല്ല, നാശം, നാശം, എല്ലാം പൊളിവ, ഒന്നും ശരിയാവില്ല, പൊളിഞ്ഞു, പൊളിഞ്ഞു, നാശം, നാശം, ലോസ്, ലോസ്. ഈ മാർക്കറ്റിലാണെങ്കിലും ദരിദ്രന്റെ വൈകി ഞാൻ പറയുന്നത് ലോസ്, 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 പൊളിവ്, പൊളിവ്, ദാരിദ്ര്യം, ദാരിദ്ര്യം, ദാരിദ്ര്യം. ഇത് അവൻ ദരിദ്രനോട് കൂട്ടുകൂടിയാൽ അവന്റെ വാക്കുകൾ നമ്മുടെ കാതിൽ റിപ്പീറ്റഡ്ലി കേൾക്കാനിടയാകുകയും എങ്ങാനും നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്താൽ ആ പാട്ട് പാടിയ ഉദാഹരണം തന്നെ നാം അറിയാതെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്രെയിൻ നടപ്പാക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ നേടി, ഞാൻ പരാജയപ്പെടും എല്ലാം പറയുമ്പോൾ അത് ബ്രെയിൻ ആണ് നേടുന്നത്. അത് ബ്രെയിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നാം അറിയാതെ അത് നടപ്പാക്കി കളയും ബ്രെയിൻ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ദരിദ്രനോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇനി അടുത്ത പോയിന്റ്, അതിനേക്കാളും പ്രസക്തമായ പോയിന്റ്, അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്നതോ? അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്ന വരികളോ ഉറപ്പായി നടപ്പാക്കും. അപ്പോൾ നിങ്ങൾ ധനാന്വേഷികൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഒരിക്കലും ഇല്ല. ഈ ധനത്തെക്കുറിച്ച് നെഗറ്റീവ് വാക്കുകൾ പറയരുത്. ധനത്തെക്കുറിച്ച് നെഗറ്റീവ് കമന്റും പറയരുത്. ധനത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ പലർക്കും ഈ ധനം പൈശാചികമാണ് തുടങ്ങിയ ചിന്തകൾ ഉണ്ടാവും. കുട്ടിക്കാലം മുതലേ ഉള്ള പാസ്റ്റ് കണ്ടീഷനിങ്, അതിന്റെ പേരാണ് പൂവർ മൈൻഡ് സെറ്റ്. ആ പൂവർ മൈൻഡ് സെറ്റിന്റെ തരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പിഴുതെറിഞ്ഞ് റിച്ച് മൈൻഡ് സെറ്റ്, ശരിക്കും അതിന്റെ പേര് റിച്ച് മൈൻഡ് സെറ്റ് എന്നല്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സീരിയസ് ആയി പ്ലേ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആ മണി മൈൻഡ് സെറ്റ്, അതിന്റെ പേരാണ് മണി മൈൻഡ് സെറ്റ്. ആ മണി മൈൻഡ് സെറ്റ് രൂപീകരിക്കണം. അതിനാദ്യം അറിയേണ്ടത് അടുത്ത വാചകം എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളുന്നില്ല, പക്ഷെ ഞാൻ അതിന്റെ വിശദീകരണം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ നന്മ പണം ഉണ്ടാക്കലാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ചിലർ പറയും അതിനെക്കാട്ടിലും വലിയ നന്മയുണ്ടല്ലോ എന്ന്. എങ്കിലും നമുക്ക് തർക്കിക്കാം, നമുക്കിപ്പം ഇന്ററാക്ട് ചെയ്യേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിനെക്കാട്ടിലും വലിയ നന്മയുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന നന്മ അന്യരെ സഹായിക്കാം എന്നാണ്. അന്യരെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? പണം വേണം. അങ്ങനെ മറ്റെന്ത് നന്മയും സത്യവും ധർമ്മവും ഒക്കെ പാലിക്കണമെങ്കിൽ, കാരുണ്യം പാലിക്കണമെങ്കിൽ പണം വേണം. സ്നേഹം പാലിക്കണമെങ്കിൽ പണം വേണം. വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറയുന്നത് ഇതില് ഉള്ളവരും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും.
അപ്പൊ അതായത് വീട്ടിൽ പോയിട്ട് മക്കളെ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹമാകുന്നില്ല. പപ്പ ചോക്ലേറ്റ്, കളിപ്പാട്ടം, അതിന് പണം വേണം. അപ്പൊ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ എല്ലാ നന്മകളും നടപ്പാക്കാൻ പണം വേണം. പണം സമ്പാദിക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ പുവർ മൈൻഡ് സെറ്റുകൾ എല്ലാം മാറിയിട്ട് റിച്ച് മൈൻഡ് സെറ്റ്, മണി മൈൻഡ് സെറ്റ് വരിക. അതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ അറിയില്ല, മാർവാടികള്, പാഴ്സികള്, ചില അറബികളോ ഒക്കെ പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ഒരു കുടുംബത്തിൽ പോലും, ഒരു തലമുറയിൽ പോലും ഒരു ഒറ്റ ദരിദ്രൻ പോലും ഇല്ലാത്ത ചില മനുഷ്യർ, ചില ജാതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഒരിക്കൽ പോലും, ഒരു നൂറ്റാണ്ടിൽ പോലും, ഒരിക്കൽ പോലും, ഒരു തലമുറയിൽ പോലും ഒരാൾ പോലും ദരിദ്രനാവുന്നില്ല എങ്കിൽ അത് യാദൃശികമല്ല. അവർ സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, സ്വർണ്ണക്കടയാവട്ടെ, തുണിക്കടയാവട്ടെ, ഏതിലിറങ്ങിയാലും കാശുണ്ടാകുന്നു. അതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ന് അത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അതൊക്കെ മണി മൈൻഡ് സെറ്റിന്റെ കളികളാണ്, ബ്രെയിൻ ഗെയിം ആണ്, ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷന്റെ ഗെയിമുകളാണ്. അപ്പം ഇത്തരം ചില കാര്യങ്ങൾ, അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം, നമുക്ക് ഇന്നലെ വരെ അറിയാത്ത കാര്യങ്ങളെല്ലാം അബദ്ധമാണെന്നോ തട്ടിപ്പാണെന്നോ അർത്ഥമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആർജവത്തോടെ അന്വേഷിക്കണം. ആ അന്വേഷിക്കാൻ ആർജവവും ധൈര്യവും ഉള്ളവർക്കാണ് നേടാൻ കഴിയുക. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം, ഇന്ന് നമുക്ക് ഈ 2 മണിക്കൂറിനുള്ളിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഈ ലാസ്റ്റ് മൊമെന്റ് വൈകി വന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത്രയും നേരം കേട്ടവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും, നമുക്ക് ഇന്നലെ വരെ തെറ്റെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും തെറ്റുമല്ല, അവിശ്വസനീയവുമല്ല. അത് ഒരു യഥാർത്ഥ ടീച്ചറിന്റെ അടുത്ത്, ഒരു കോച്ചിന്റെ അടുത്ത് എന്നാൽ അത് ആ ചില തിരിച്ചറിവുകളിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇവിടെയും സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മുടെ സന്തോഷ് മാധവൻ സാർ നയിക്കുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട്, ഇത് റെക്കോർഡഡ് ആണ്, ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്കും ഗ്രൂപ്പുകളിൽ ഇട്ട് തരും. വ്യക്തമായി ഇപ്പോൾ അത് പ്രഖ്യാപിക്കുന്നു. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ, സ്വന്തം ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൽ, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന, മുതൽ മുടക്കുന്ന വെറും 10,000 രൂപ കൊണ്ട്, വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാം. അതാ നേരിട്ടുള്ള ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ കഴിയുക. ഇപ്പൊ ഇത് ജസ്റ്റ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് പഠിപ്പിച്ച പോലെ അത് പഠിപ്പിക്കേണ്ടതുണ്ട്. അതാ ആദ്യ ദിവസത്തെ നേരിട്ടുള്ള ക്ലാസ്സിൽ ഇത് ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തത് 3 മാസ കോഴ്സാണ്. അതിന്റെ ആദ്യ ദിവസത്തെ ക്ലാസ് നേരിട്ട് വന്ന് പങ്കെടുക്കേണ്ടതുണ്ട്. ആദ്യ ദിവസത്തെ, ഇപ്പൊ മറ്റന്നാൾ 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെ കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഹോട്ടൽ മലബാർ പാലസിലാണ് ക്ലാസ് നടക്കുന്നത്. ആദ്യ ദിവസത്തെ ആ ക്ലാസ്സിൽ തന്നെ ആ ഫോർമുല വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, പൂർണ്ണമായും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക്, അതായത് വിശ്വസിക്കാൻ കഴിയും. അതല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും പബ്ലിക്, ഇത് 133-ാം ബാച്ചാണ് നടക്കാൻ പോകുന്നത്. നമുക്കൊരു സാമാന്യ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ മനസ്സിലാകും, ഇന്നത്തെ കാലത്ത് ഇത്രയും പബ്ലിക്കായി അനൗൺസ് ചെയ്തിട്ട് ആ ഫോർമുല പഠിപ്പിക്കാതെ കോഴിക്കോടൊക്കെ വന്നിട്ട് കോഴിക്കോടോ കൊച്ചിയിലൊക്കെ ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഈ ക്ലാസ്സിൽ ഈ സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആളുകളുണ്ട്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അധ്യാപകര്, ബാങ്ക് എംപ്ലോയീസ്, ലോയേഴ്സ്, കൃഷിക്കാര്, സാധാരണക്കാര്, ജോലിക്കാര്, പ്രൈവറ്റ് സെക്ടർ ജോലിക്കാര്, ഗവൺമെന്റ് എംപ്ലോയീസ് തുടങ്ങി പല ആളുകളും അവിടെ വന്നിരിക്കുമ്പോ ഈ ഫോർമുല പഠിപ്പിക്കാം. അതായത് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ആ ഫോർമുല അവിടെ വ്യക്തമായി പഠിപ്പിച്ചില്ല എങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? സിമ്പിൾ അല്ലേ? അപ്പൊ അതൊന്നും പറ്റുമെന്നില്ല. അങ്ങനെ ഒരു പറ്റിക്കൽസും കൂടിയില്ല, അത് നടക്കുകയുമില്ല. അപ്പൊ അത്തരം എല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് വന്ന് പങ്കെടുത്തോ. നിങ്ങളത് പഠിപ്പിച്ചതിനോട് ആദ്യ ദിവസത്തെ നേരിട്ടുള്ള ക്ലാസ് തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അത് മാത്രമല്ല, വീണ്ടും ഇനിയും സംശയിക്കുന്നുള്ളൂ, ജസ്റ്റ് പരീക്ഷിച്ചറിയാൻ 2,000 രൂപ മാത്രം അടച്ച്, ജസ്റ്റ് 2,000 രൂപ അഡ്വാൻസ് മാത്രം അടച്ച ക്ലാസ് മുഴുവൻ വന്ന് പങ്കെടുക്കാം. 4-സ്റ്റാർ ഹോട്ടൽ, ടീ സ്നാക്സ്, ഉച്ചഭക്ഷണം ഉൾപ്പെടെയാണത്. അതിനകത്ത് ഇനി എന്ത് തട്ടിക്കാനാണ്? അത്രയൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാതിരിക്കുക നല്ലത്. എന്തുകൊണ്ടെന്ന് അവിടെ പോലും നെഗറ്റീവ് ചിന്തിക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്തിനും പേടിയായിരിക്കും. എല്ലായിടത്തും പറ്റിക്കോ അതിന്റെ 2,000 പോവോ, അതിന്റെ 2,000 പോവോ, പറ്റിക്കോ. കാരണം അങ്ങനെ ചിന്തിക്കേണ്ട. അത് ഞങ്ങളെ നോക്കിയാലോ, ഞങ്ങൾ കണ്ട് ഈ സംസാരം കേട്ടാൽ മനസ്സിലാക്കുന്ന ശേഷി വേണ്ട നമുക്ക്. എങ്കിലല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിച്ച് അവിടുത്തെ ചാൻസ് കണ്ടെത്താൻ, അവസരം കണ്ടെത്താൻ പറ്റുള്ളൂ. അത്രയും ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുക. അത്രയും ബുദ്ധി. 2,000 രൂപയുടെ കേസേ ഉള്ളൂ. 2,000 രൂപ അടച്ച് നിങ്ങൾ വരിക, ക്ലാസ് മുഴുവൻ പങ്കെടുക്കുക. ഈ പറയുന്നവർക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവും ശേഷിയും ഉണ്ട് എന്ന് വീണ്ടും ബോധ്യമായെങ്കിൽ ബാക്കി ഫീസ് അടച്ച് 3 മാസക്കാല കോഴ്സാണ്. കാരണം ഒരു ദിവസം കൊണ്ട് അതിന്റെ വൈദഗ്ധ്യം കൈവരുത്താൻ കഴിയില്ല.
പക്ഷെ ആദ്യ ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയും. ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും ഉറപ്പ് നൽകുന്നു. ആ രാകേഷ് ജുൻജുൻവാല നേടിയ ഫോർമുല പഠിപ്പിക്കുന്നുണ്ട്. ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടാവും രാകേഷ്, ഇത് ചോദിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും ഒക്കെ ഒരൊറ്റ 10,000 കൊണ്ടല്ല, അവർ വീണ്ടും വീണ്ടും പൈസ ഇട്ടോണ്ടാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതൊന്നുമല്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കുന്ന വെറും 10,000 രൂപ കൊണ്ട് രാകേഷ് ജുൻജുൻ ആ ഒരു വമ്പൻ നേട്ടം അവർ നേടിയത്. അതിനൊക്കെ ഫോർമുലയുണ്ട്, സീക്രട്സ് ഉണ്ട്, മെത്തഡ് ഉണ്ട്. ആ സീക്രട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും ഇത് തട്ടിപ്പും ഉടായ്പും ഒന്നല്ല, അത് സാധ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്നവർ അത് നേടുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഉത്തരം ആ ക്ലാസ്സിൽ ലഭിക്കും. അപ്പൊ ജസ്റ്റ് 2,000 രൂപ, അതൊക്കെ എന്ത്, അതുപോലും നഷ്ടമാണെന്നൊക്കെ കരുതുന്നത്, അത് നഷ്ടമാവില്ല ഒരിക്കലും. അതുപോലും പേടിക്കുന്നവരൊക്കെ പിന്നെ എങ്ങനെയാ സാമ്പത്തികം നേടുക, അതൊക്കെ സ്വയം ചിന്തിക്കുക. അതൊക്കെ പൊട്ടിത്തെറിക്കുക, അവനതിനെ ഒന്ന് കുടഞ്ഞെറിയുക, ഒന്ന് ഉണർന്നെണീക്കുക, ഒന്ന് സടകുടഞ്ഞെണീക്കുക. അന്വേഷണമാണ് അറിവിന്റെ താക്കോൽ. ആ അറിവാണ് സമ്പത്തിന്റെ താക്കോൽ. അന്വേഷണമാണ് അറിവിന്റെ താക്കോൽ. ആ അറിവാണ് സമ്പത്തിന്റെ താക്കോൽ. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. അപ്പൊ ആ ഒരു വലിയ പുതിയ അറിവ് ആർജിക്കാനായി ധൈര്യമായിട്ട് പോകുന്നോളൂ. മറ്റന്നാൾ 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:45 വരെ, 6 മണി വരെ കോഴിക്കോട് മാനാഞ്ചിറ ഹോട്ടൽ മലബാർ പാലസിലാണ്. അത് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തും ഒക്കെ ആളുകൾ വരുന്നത്. ആ ഒരു ദിവസം മാറ്റി വെക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും, സത്യസന്ധമായി ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവുക സത്യമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സാമാന്യ മര്യാദ പാലിക്കുന്നത് പോലെ അത് സ്റ്റുഡന്റിനും ഉണ്ടാകണം. ഒരു സാമാന്യ ബുദ്ധി അവിടെയും ഉണ്ടാകണം. ആ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു കാര്യം മനസ്സിലാകും. ആകെ ഫീസ് 14,000 രൂപയാണ്. പക്ഷെ ജസ്റ്റ് 2,000 രൂപ മാത്രം അടച്ച് നിങ്ങൾക്ക് ആദ്യ ദിവസത്തെ നേരിട്ട് നടത്തുന്ന മുഴുവൻ ക്ലാസ്സും പങ്കെടുക്കാം. അത് പങ്കെടുത്ത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായെങ്കിൽ രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല വ്യക്തമായി പൂർണ്ണമായും അന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു എന്നും, നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച മെത്തഡുകൾ കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്നും, ഇനി ഒപ്പം നിന്നാൽ നിങ്ങൾക്ക് ഗുണകരമാണെന്നും, ഇവർക്ക് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ശേഷി ഉണ്ടെന്നും നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായെങ്കിൽ മാത്രം ബാക്കി 12,000 ഫീസ് അടച്ച 3 മാസ കോഴ്സ് തുടർന്നാൽ മതി. പിറ്റേ ദിവസം മുതൽ 3 മാസക്കാലം മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 9:30 വരെ, ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മുതൽ 9:00 വരെ ഓൺലൈൻ സൂം ലൈവ് ആയാണ് ക്ലാസ്സുകൾ. ആ 3 മാസക്കാലവും ആഴ്ചയിൽ 2 ദിവസം വീതം ലൈവ് സെഷൻസും ഉണ്ട്. ആ 3 മാസക്കാലവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനും സ്വിംഗ് ട്രേഡിങ്ങിനുമുള്ള സ്റ്റോക്കുകളുടെയും മറ്റും റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഒന്നും അറിയാത്ത തുടക്കക്കാർക്കും ഗുണകരമാണ്. കാരണം ബേസിക് ഒന്നും അറിയാത്തവർക്ക് ബേസിക് മുതൽ പഠിപ്പിക്കാനുള്ള വേറെ സംവിധാനമുണ്ട്. വേറെ ഒരുപാട് സംവിധാനങ്ങൾ. ഇപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ബേസിക് അറിയാത്തവർക്ക് ബേസിക് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ട്രേഡ് വർക്കിംഗ് അബ്രോഡ്, സാർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ നമ്പർ തരാം, മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രേഡേഴ്സിനും സ്വാഗതം. കാരണം നിങ്ങൾ പക്ഷേ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന പ്രൊഫഷണൽ ട്രേഡർ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പോലും ആ രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയ ആ ഫോർമുല കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വൻ തോതിൽ പണം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണം നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഗ്യാരണ്ടിയോടെ പഠിപ്പിക്കാം. അത് നിങ്ങൾക്ക് ആദ്യ ദിവസത്തെ ക്ലാസ്സിൽ മനസ്സിലാകും. അതൊന്നും നിങ്ങൾക്ക് പരീക്ഷിച്ച് വിലയിരുത്തി അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഇവർക്കൊപ്പം കൂടണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു ഹോട്ടൽ എക്സ്പെൻസ് 2,000 രൂപ മാത്രം അടച്ച് പങ്കെടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 9605633033 എന്ന നമ്പറിലേക്ക് 2,000 രൂപ മാത്രം അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ നാളെ നീളെ, അതാണ് പരാജിതരുടെ മറ്റൊരു കാര്യം. എല്ലാം നാളെ ആട്ടെ പിന്നെ ആകട്ടെ എന്ന് കരുതും. അത് ഒരിക്കലും ചെയ്യരുത്. അവനവന്റെ നിലപാട് ഇന്ന് തന്നെ ആർജവത്തോടെ അടുത്ത സെഷൻ തന്നെ, അതായത് നാളെ നീളെ, അത് എല്ലാം തികഞ്ഞിട്ട് അതായത് തിരയൊഴിഞ്ഞിട്ട് തോണി ഇറക്കാമെന്ന് കരുതും പോലെ നടക്കാത്ത കാര്യമാണ് നാളെ ആട്ടെ പിന്നെ ആകട്ടെ എന്ന് കരുതുന്നത്. ആ ഒരു മൗഢ്യം ആരും കാണിക്കരുത്. നിങ്ങൾ എല്ലാവരും ഒന്നും വന്ന് പങ്കെടുക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നവർ ആ സ്വയം ജീവിതത്തോടും അവനവനോടും അവനവനെ ആശ്രയിക്കുന്നവരോടും ഉത്തരവാദിത്തമുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്കും മിസ് ചെയ്യരുത്. അത് ലൈഫിൽ അതിന്റെ ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അത് കഴിഞ്ഞ 132 ബാച്ചുകളിൽ തെളിയിച്ചതാണ്. നിരവധി ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകി കോഴ്സിലേക്ക്. യെസ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ ആ നേട്ടം നേടുന്നുണ്ടോ തുടങ്ങിയ എല്ലാ ഉത്തരങ്ങളും ആ നേരിട്ടുള്ള ക്ലാസ്സിൽ, മറ്റന്നാളത്തെ നേരിട്ടുള്ള ക്ലാസ്സിൽ ഉത്തരം ലഭിക്കും. ധൈര്യമായി വന്ന് പങ്കെടുത്തോളൂ. അപ്പൊ എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും, ഞാൻ ശനിയാഴ്ച നേരിൽ കാണാൻ ആശംസിച്ചുകൊണ്ടും, ഇനി
മെത്തേഡ്, സ്റ്റോക്ക് മാർക്കറ്റ് മെത്തേഡ്, ഇനിയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് മെത്തേഡിനെ കുറിച്ച് സംസാരിക്കാനായി സന്തോഷ് മാധവ് സാറിന്റെ സെഷനിലേക്ക് നമുക്ക് ശ്രദ്ധാപൂർവ്വം കിടക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാം. സന്തോഷ് മാധവ് സാർ നമ്മളൊപ്പം ഉണ്ട്, അദ്ദേഹം നമ്മളൊപ്പം ഉണ്ട്. അപ്പൊ ഇനിയുള്ള സെഷൻ അദ്ദേഹമായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ സന്തോഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ആരംഭിക്കാം. എല്ലാവരും വന്നുകൂടിയിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ട്രേഡിംഗ് മെത്തേഡുകളെ പറ്റിയും അതുപോലെ തന്നെ സ്ട്രാറ്റജികളെ പറ്റിയും ഒരു ഐഡിയയെ പറ്റിയൊക്കെ ഒരു 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 രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അപ്പൊ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അതല്ല ഈസി ആയിട്ടുള്ള കാര്യമാണോ? പലരും പറയും അവനവന്റെ കഴിവനുസരിച്ച്, അറിവനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് ഈസിയാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷേ മറ്റു മേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത്യാവശ്യം ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് പറയാം. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മേഖലയെ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺട്രോളിൽ, അതായത് ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കയ്യിലുള്ള രണ്ട് കാര്യങ്ങളുള്ളൂ. ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഇൻഡെക്സിൽ ട്രേഡിങ്ങിനായിട്ടോ ഇൻവെസ്റ്റ്മെന്റിനായിട്ടോ ശരി, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പഠിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ കളയാനും എളുപ്പമാണ്. അല്ല എന്ന് പറയും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള അതിലേക്ക് വരാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള കളയാനും എളുപ്പം എന്നുള്ളതൊക്കെ മാത്യു വർഗീസ് സാർ പറഞ്ഞപ്പോ ട്രേഡ് ചെയ്തവരും ഇൻവെസ്റ്റ് ചെയ്തവരും ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മതി. എന്റെ അനുവാദം ഇല്ലാതെ വലിയ നഷ്ടം ഒരിക്കലും എനിക്ക് വരില്ല. കാരണം ലോസ് ലിമിറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. കാരണം നമ്മൾ അനുവദിച്ചിട്ടല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ വലിയ ലോസുകൾ ഒരിക്കലും വരില്ല. ഈ മാസം, ഈ വർഷം, ഈ ദിവസം, ഈ ആഴ്ച ഇത്രയും ലോസ് ആകാമോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന അപൂർവ മേഖലകൾ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ വലിയ നഷ്ടത്തിന്റെ കഥകൾ പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മൾ അനുവദിച്ചിട്ടല്ലാതെ, നമ്മളുടെ അറിവോട് കൂടിയല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരില്ല. ലോസ് ലിമിറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അത് പഠിച്ചാൽ മതി, അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള പണം ഉണ്ടാക്കാൻ മറ്റു മേഖലയെ അപേക്ഷിച്ച് ഒരുപാട് ബെറ്റർ, അതായത് ഒരുപാട് മെച്ചപ്പെട്ട അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട്. മിനിമം റിസ്ക്, കാരണം നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ റിസ്ക്, ലോസ് ലിമിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ള അപൂർവ മേഖലകളൊന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഞാനൊരു ഹോട്ടലോ അല്ലെങ്കിൽ മറ്റൊരു ബേക്കറിയോ ഒരു തുണിക്കടയോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി എനിക്ക് ഈ ദിവസം, ഈ മാസം, ഈ ആഴ്ചയിൽ ഇത്ര ലോസ് ആകാമോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരുമാനിക്കാം ഈ ദിവസം, ഈ മാസം, ഈ വർഷം എത്ര ലോസ് ആകണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ ഷോർട്ട് സെൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ നമുക്കുള്ളൂ. ഇങ്ങനെ മറ്റു മേഖലയെ വെച്ച് ഒരുപാട് ബെനിഫിറ്റ്സുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൺട്രോളിൽ ആകെ രണ്ട് കാര്യങ്ങളുണ്ട്. എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന് മാത്രം, ഈ കാര്യത്തിൽ മാത്രം ഇത് വേണ്ടി മതി സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ. അപ്പോ ഈ കാര്യത്തിൽ, കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രോഫിറ്റും ലോസിനും എല്ലാത്തിനും കാരണക്കാരൻ നമ്മളുടെ തീരുമാനം, ഡിസിഷൻ. ഒരു ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, ട്രേഡ് ആവട്ടെ, ഒരു എൻട്രി എടുത്താൽ എവിടെ എപ്പോ എക്സിറ്റ് ചെയ്യണം എന്നുള്ള നമ്മളുടെ അറിവും കാഴ്ചപ്പാടുമാണ് ആ ട്രേഡ് എന്തുമാത്രം പ്രോഫിറ്റിൽ എത്തണം അല്ലെങ്കിൽ എന്തുമാത്രം ലോസിൽ അവസാനിക്കണം, എത്രമാത്രം പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ എക്സിറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ, തീരുമാനത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനങ്ങളിൽ വ്യക്തത വന്നാൽ, അറിവുണ്ടായാൽ, അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ, അവിടെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായാൽ മറ്റു മേഖലയെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അത് ഒന്ന് ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാവുന്നവർ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതികളിലൂടെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ശരിയാണല്ലോ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയെ, ബിസിനസിനെ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനുള്ള പ്രത്യേകതകളൊക്കെയാണല്ലോ ഇതെന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാറ് പറഞ്ഞ പോലെ തന്നെ, മാത്യു വർഗീസ് സാർ പറഞ്ഞ പോലെ തന്നെ കളയാനും എളുപ്പം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങിയിരിക്കുന്നവർക്ക്, അതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലല്ല ഏത് മേഖലയിലും പണം കളയാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. പക്ഷേ നമ്മൾ ആരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഒരു മേഖലയിലും പണം നഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങുന്നില്ല. എന്റെ കുറച്ച് പൈസ അങ്ങ് പോയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ വേറെ വല്ല വഴിയുടെ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പൈസ കളയാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഒരാളും ഇന്നേ വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല.
നമ്മളുടെ എല്ലാം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലെ മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് അത് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി, ഒരു ആഗ്രഹത്തോടു കൂടി, ഒരു സ്വപ്നത്തോടു കൂടിയാണ് നമ്മളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യത്തിലേക്കാണ് പോകുന്നത്. ഞാൻ അതിന് ജസ്റ്റ് എന്റെ മറ്റൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഈ സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിയുന്നത് പോലെ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു സ്ക്രീൻ കാണാനുണ്ട്. ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിക്കുന്ന 90% ആളുകളും വിജയിച്ചവരാണെന്നുള്ള ചോദ്യം. അതിന് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. പലരും മെസ്സേജുകളിലൂടെ നോ എന്ന് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഓക്കെ, സന്തോഷം. അപ്പോ പൊതുവെ രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കാം. ഒട്ടുമിക്കവരും വിജയിച്ചവരാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നേടിയവരാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. നോ എന്നുള്ള അഭിപ്രായത്തിനായിരിക്കും ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. അതായത് സിമ്പിൾ ആയിട്ട് ചോദ്യം ഒന്നുകൂടെ ചോദിച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന 90% ആളുകളും വിജയിച്ചവരാണ്. അതായത് വിജയം എന്നുള്ള വാക്കുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊക്കെ അർത്ഥമാക്കുന്ന ഒരൊറ്റ ആളുടെ ഉള്ളൂ, പ്രോഫിറ്റ്, പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളൊക്കെ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോ എല്ലാവരുടെയും ഒട്ടുമിക്കവരുടെ ഉത്തരം വന്നു കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന 90% ആളുകളും വിജയിച്ചവരാണോ എന്നുള്ളതിന് അല്ല എന്നുള്ളതാണ് ഒട്ടുമിക്കവരുടെ ഉത്തരം വന്നത്. ഇനി ഈ ഉത്തരത്തിലേക്ക് നമുക്കൊരു തിരിച്ചെത്താം. അതായത് ഈ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ 90% ആളുകളും വിജയിച്ചവരാണോ എന്നുള്ള ഈ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് തിരിച്ചെത്താം. അതിനു മുമ്പേ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് ഒന്ന് പോകുന്നു. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളിപ്പോ ലോകത്തിൽ എന്ത് പ്രവൃത്തി, വരുമാനം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് സ്വയം ചിന്തിക്കുക. ജോലി ആവട്ടെ, ബിസിനസ് ആവട്ടെ, 50-50 അപൂർവമാണ് സാർ. അതായത് ജോലി ആവട്ടെ, ബിസിനസ് ആവട്ടെ, നിങ്ങൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ, സ്വപ്നങ്ങൾ നേടാൻ ആവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നത് ജോലിയിലൂടെ ആവട്ടെ, ബിസിനസ്സിലൂടെ ആവട്ടെ, ഏതിലൂടെ ആണെങ്കിലും ശരി, നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനവും സമ്പത്തും നേടാൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് സ്കിൽ അല്ലെങ്കിൽ വൈദഗ്ധ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈദഗ്ധ്യം ഒരു മേഖലയിലും, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏതൊരു മേഖലയിൽ എടുത്ത് നോക്കിയാലും ശരി, വൈദഗ്ധ്യം നേടിയ ഒരാൾ ഉണ്ടാക്കുന്ന വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കൽ, ഇതെല്ലാം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദഗ്ധ്യം നേടുന്ന ഒരാൾക്ക് സാധ്യമാകും. അതായത് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു പ്രൊഫഷണൽ, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, ഒരു ജോലിക്കാരൻ വൈദഗ്ധ്യം നേടിയിട്ട ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനവും സമ്പത്തുമാണോ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദഗ്ധ്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്? അല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ശരി, തുടക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുമാനം സമ്പത്തൊക്കെ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല, ബാക്കി എവിടെ എടുത്താലും. ഇപ്പൊ നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ തന്നെ IT പ്രൊഫഷണൽ, ഇതുപോലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഒരു അഡ്വക്കേറ്റ് ആവട്ടെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ, ആരാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം വൈദഗ്ധ്യം നേടിയ സമയത്ത് ഉണ്ടാക്കുന്ന വരുമാനവും തുടക്കകാലത്തിൽ വിദഗ്ധനാവുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന വരുമാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വൈദഗ്ധ്യം നേടാൻ ആരും അധികം കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. വൈദഗ്ധ്യം നേടാൻ അധികം ആരും കാത്തിരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു വരുമാനം എനിക്ക് കിട്ടിയില്ല എങ്കിൽ, പ്രോഫിറ്റ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ, ഈ മേഖല എനിക്ക് പറ്റുന്നതല്ല എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇതിൽ നിന്നും പിൻവാങ്ങുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രൊഫഷൻ, മറ്റൊരു മേഖല എടുത്ത് നോക്കിയേ, ഇത്രയധികം പിന്മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. നമ്മളെല്ലാവരും ഈ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയത്. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, നേരത്തെ പറഞ്ഞാൽ ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും, ഡോക്ടർ ആവാനായിട്ട്, എഞ്ചിനീയർ ആവാനായിട്ട്, ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും ശരി, നല്ല മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, സ്വപ്നത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇതെനിക്ക് ശരിയാകുന്നില്ല എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പിന്മാറുന്ന അതേ ഒരു റേഷ്യോയില് മറ്റൊരു മേഖലയിൽ നിന്നും ആളുകൾ പിന്മാറുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമേ ആളുകൾ ഇത്രയും പെട്ടെന്ന് ഇതെനിക്ക് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നത്. അതിന്റെ റീസണിലേക്കും കൂടെ നമുക്ക് പോകാം. ജസ്റ്റ് ഈ പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും പരാജയപ്പെട്ടവരാണോ വിജയിച്ചവരാണോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉത്തരം വന്നു കഴിഞ്ഞു. ഭൂരിഭാഗം ആളുകളും പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും പരാജയപ്പെട്ടവരാണ്. അപ്പോ
നേരത്തെ പറഞ്ഞു, വൈദഗ്ധ്യം നേടിയെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു വരുമാനം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയൂ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അത് തന്നെയല്ലേ, വൈദഗ്ധ്യം നേടിയാലല്ലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വരുമാനം സമ്പത്തൊക്കെ നേടാൻ കഴിയൂ. അപ്പോഴാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവിടെ വൈദഗ്ധ്യം നേടേണ്ടത് എന്നുള്ളത്. അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത്, മറ്റു മേഖലയെ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺട്രോളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ആവട്ടെ, ഇൻഡെക്സ് ആവട്ടെ, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ചപ്പാട്, എന്നുള്ള തിരിച്ചറിവ്, ഈ ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം നേടണം. ഞാനിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, അതുമല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി പോലത്തെ ഇൻഡെക്സിലാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ സ്റ്റോക്കിലാണോ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡെക്സ് ആവട്ടെ, സ്റ്റോക്ക് ആവട്ടെ, ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ്മെന്റിനുള്ള സാധ്യത എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടണം, ഒന്നാമത്തേത്. രണ്ടാമത്തെ വൈദഗ്ധ്യം നേടേണ്ടത്, മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ വൈദഗ്ധ്യം നേടണം. അതുകൂടാതെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന, നമുക്ക് തിരിച്ചറിവ്, നമ്മുടെ ലൈഫിലെ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന 90% ആളുകളും പരാജയപ്പെട്ടവരാണ് അല്ലെങ്കിൽ വിജയിച്ചവരല്ല എന്നുള്ള തിരിച്ചറിവ്. ഇതെല്ലാവർക്കും അറിയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും അവർ ഉദ്ദേശിച്ച രീതിയിൽ, അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു വിജയം നേടിയിട്ടില്ല, അല്ലെങ്കിൽ വിജയം നേടാൻ സാധിച്ചില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ. അപ്പോ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാവരും, നേരത്തെ പറഞ്ഞ പോലെ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എനിക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എനിക്കിവിടെ സക്സസ് ആവണം, എനിക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ 100% ആളുകളും ഇറങ്ങിയിരിക്കുന്നത്. ഒരാളും ഈ 90% ആളുകളും എനിക്കിവിടെ പരാജയപ്പെടണം എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി ഇറങ്ങിയിരിക്കുന്നവരായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ചുരുങ്ങിയ റിസ്കിൽ മാക്സിമം, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനായിട്ട് ഈ 100% ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മൾ ഉൾപ്പെടുന്ന 100% ആളുകളും പരിശ്രമിച്ചിട്ടും ഉണ്ട്. ആരെങ്കിലും പരിശ്രമിക്കാതിരുന്നിട്ടുണ്ടോ? കുറച്ച് പൈസയായിട്ട് വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ് അങ്ങ് തുടങ്ങും, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഞാൻ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന് ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാവർക്കും കാഴ്ചപ്പാടുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും 90% ആളുകളും പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ ജോലി വളരെ എളുപ്പമാണ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന നമ്മളെല്ലാവരും, ഈ 90% ആൾക്കാരും ഫോളോ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും എന്ന പേരിട്ട് വിളിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ അറിവുകൾ, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാഴ്ചപ്പാടുകൾ, ഈ 90% നമ്മൾ ഉൾപ്പെടുന്ന 90% ആളുകളും ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും പൊതുവെ ആരുടേതായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ 90% ആളുകൾ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട 90% ആളുകളുടെ എക്സ്പീരിയൻസും അതല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടും അവരുടെ അറിവുകളും ആയിരിക്കുമോ? അത് 10% മാത്രം, 10%-ന് താഴെ മാത്രം സക്സസ് ആയിട്ടുള്ള ആളുകളുടെ മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ആയിരിക്കുമോ പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. 10% ആളുകൾ സക്സസ് ആയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുമായിരിക്കും. അവരുടെ മെത്തേഡും കൺസെപ്റ്റും സ്ട്രാറ്റജികളും ആയിരിക്കുമോ മാർക്കറ്റിൽ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുക, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക? അതോ 90% ആളുകൾ പരാജയപ്പെട്ടവരുടെ സ്ട്രാറ്റജികളും കൺസെപ്റ്റുകളും രീതികളും മെത്തേഡുകളും അവരുടെ ഐഡിയകളും ഒക്കെയാണോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക, അറിഞ്ഞിട്ടുണ്ടാവുക? ആർക്കാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? 90%-ന്റെ ഐഡിയകളാണോ അറിവുകളാണോ മാർക്കറ്റിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവുക, അവൈലബിൾ ആയിട്ടുണ്ടാവുക? മറ്റു സാർ പറഞ്ഞത് 90% ആളുകളുടെ റൈറ്റ് സാർ, കറക്റ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 10% ആളുകളുടെ, വിജയിച്ച 10% ആളുകളുടെ മെത്തേഡും കൺസെപ്റ്റും സ്ട്രാറ്റജിയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ, അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ, ഒരു സംശയം വേണ്ട, അത് ഫോളോ ചെയ്യുന്ന നമ്മളിൽ പകുതിയെങ്കിലും രക്ഷപ്പെടേണ്ടതാണ് മാർക്കറ്റിൽ. നമ്മൾ പകുതിയെങ്കിലും ആളുകൾ അത് ആ മെത്തേഡുകൾ ഉപയോഗിച്ച് പ്രോഫിറ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഇതിനായിട്ട് പരിശ്രമിക്കുന്ന 90% ആളുകൾക്കും അത് പറ്റുന്നില്ല എങ്കിൽ, പ്രോഫിറ്റ് നേടാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും
ഈ 90% ആണ് എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ 66 പേര്, അതിൽ 10% എന്ന് പറഞ്ഞെങ്കിൽ വെറും 6 പേര്, ബാക്കി 60 പേരും ഒരു സൈഡിൽ നിൽക്കുന്നു. ഈ 6 പേര് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്കഷനിൽ വെച്ചാൽ ഈ 60 പേരുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കുമാണോ ഇവിടെ വില ഉണ്ടാവുക, അത് 6 പേരുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കുമാണോ വില ഉണ്ടാവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, 60 പേരുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും വാല്യൂ ഉണ്ടാവുന്നത്, അത് കേൾക്കാനായിരിക്കും ആളുണ്ടാവുന്നത്. 6 പേരെ ഒറ്റപ്പെടുത്താനേ സാധിക്കുള്ളൂ, ഞാൻ ശ്രമിക്കുള്ളൂ. അപ്പോ ഇത് സ്റ്റോക്ക് മാർക്കറ്റായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. ഇന്ന് ഏതെങ്കിലും വഴികളിലൂടെ, സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയസിലൂടെ ആവട്ടെ, മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആവട്ടെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, പഠിച്ചു വെച്ചിരിക്കുന്ന, അറിഞ്ഞു വെച്ചിരിക്കുന്ന മെത്തേഡും സ്ട്രാറ്റജിയും കൺസെപ്റ്റും ഈ 90% ആളുകളും പരിശ്രമിച്ചിട്ടും അവർക്ക് നേടാൻ കഴിയാതെ പോയ സാധനങ്ങൾ തന്നെയല്ലേ നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ അതിനകത്ത് പരിശ്രമിച്ച്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സക്സസ് ആവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ രീതിയിലും ഫോളോ ചെയ്തതിന് ശേഷവും നമ്മളുടെ റിസൾട്ടും എന്ത് തന്നെയായിരിക്കും? ഈ 90% റിസൾട്ട് തന്നെയായിരിക്കും. അപ്പോ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത്തരം മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും, നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റുകളും മെത്തേഡുകളും സ്ട്രാറ്റജികളും നിങ്ങൾക്കൊരു 70% പോട്ടെ 60% സക്സസ് റേഷ്യോ തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. 60% താഴെയാണ് നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, കൺസെപ്റ്റ്, സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സക്സസ് റേഷ്യോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര പഠിച്ചിട്ടും അതിനകത്ത് എത്ര പരീക്ഷണം നടത്തിയിട്ടും ഒരു കാര്യമില്ല, ലോങ് ടൈമിലേക്ക് വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% നമ്മുടെ അറ്റംപ്റ്റുകളും മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് എത്താൻ പറ്റുന്നതും ബാക്കി 40% റിസ്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുമാണ് ഈ 3 മാസത്തെ കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 3 മാസത്തെ കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 3 മാസത്തെ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഈ പഠിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് മാർക്കറ്റിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുമോ എന്നുള്ളത് ഈ 24-ാം തീയതി കൊച്ചിയല്ല, കോഴിക്കോട് മാനാഞ്ചേരിയിലുള്ള മാനുവൽ സർവീസ് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങളൊരു ട്രേഡർ ആവട്ടെ, അതായത് ഇൻട്രാഡേ ഓപ്ഷൻ ബയർ പോലും, നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻ ബയർ ആയിരുന്നാൽ പോലും, അതല്ല സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാവട്ടെ, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാവട്ടെ, ഒരു ഫുൾ ടൈം പ്രൊഫഷണൽ ട്രേഡർ ആവട്ടെ, ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആവട്ടെ, ഷോർട്ട് ടൈം ട്രേഡർ ആവട്ടെ, ഏതൊരാൾക്കും എങ്ങനെയാണ് എന്റെ സമയ സാഹചര്യത്തിനനുസരിച്ച്, എന്റെ ലക്ഷ്യമനുസരിച്ച് മാർക്കറ്റിൽ നിന്നും മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് ചെയ്യാനുള്ള ട്രേഡിംഗ് മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ഇൻവെസ്റ്റ്മെന്റ് രീതികളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ഒരു ദിവസത്തെ ക്ലാസ്സിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നേരിട്ട് ബോധ്യമാകും. ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ, ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വരുമാനവും സമ്പത്തും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നേരിട്ടുള്ള ഒരു ക്ലാസ്സിൽ തന്നെ ബോധ്യമാകും. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ, തോമസ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ 3 മാസത്തെ കോഴ്സ് 14,000 രൂപ വരുന്ന ഒരു ഫീസ് വരുന്ന ഒരു കോഴ്സാണ്. അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷിച്ചറിയാൻ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറും 2,000 രൂപ ഒരു 4-സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ദിവസത്തെ എക്സ്പെൻസ് മാത്രം ഈടാക്കിക്കൊണ്ട് ഈ ഒരു ക്ലാസ് നൽകുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബോധ്യമാവും, ഇത് ഫോളോ ചെയ്താൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ രക്ഷപ്പെടാമെന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യമാവും. അത് ബോധ്യമായെങ്കിൽ മാത്രം ബാക്കി ഫീസ് അടച്ചുകൊണ്ട് 3 മാസത്തെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ഈ 3 മാസത്തെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാർക്കറ്റ് ദിവസങ്ങളിലും നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അതുകൂടെ തന്നെ ആഴ്ചയിൽ 2 ദിവസം ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്. ലൈവ് മാർക്കറ്റ് അനാലിസിസ് അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും മെത്തേഡുകളും സ്ട്രാറ്റജികളൊക്കെ ഫോളോ ചെയ്യാനും പഠിക്കാനൊക്കെ അറിയാം, എളുപ്പമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് ലൈവ് മാർക്കറ്റിൽ എവിടെ ട്രേഡ് എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം, എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ എൻട്രി എടുക്കണം, ഈ കാര്യങ്ങളിലാണ്. അതിന് നിങ്ങൾക്ക് പരിശീലനം ലഭിക്കാനായിട്ട്, അതിന് നിങ്ങൾക്ക് വ്യക്തത കിട്ടാനായിട്ട് ഈ 3 മാസ കോഴ്സിനിടയ്ക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വീതം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ടാവും. ലൈവ് മാർക്കറ്റ് അനാലിസിസിലേക്ക് രാവിലെ 9:10 മുതൽ നമ്മൾ എല്ലാവരും ഒരു സൂം ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവും. മുൻ ബാച്ചുകളിലുള്ളവരും നമ്മളെല്ലാവരും കൂടെ ഉൾപ്പെടെ ഒരു സൂം ക്ലാസ്സിലുണ്ടാവും. ആ സൂം ക്ലാസ്സിന്റെ പ്രത്യേകത നമുക്കറിയാം. 9:10 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:15 ഓപ്പൺ ചെയ്യുള്ളൂ.
അപ്പൊ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന നിമിഷം മുതൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെന്റിനും ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളും ഓപ്പർച്യൂണിറ്റിയും എങ്ങനെ കണ്ടെത്തണം, അത് എവിടെ എൻട്രി എടുക്കണം, അത് എവിടെ എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് രണ്ട് രീതിയിലുണ്ട് നമുക്കറിയാം, പ്രോഫിറ്റിലും ലോസിലും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റ് പ്രോഫിറ്റ് പോവുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം. ഇനി നമ്മളെ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ ലൈവ് മാർക്കറ്റിൽ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുതരും എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും വേണ്ട ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് അഥവാ ഓപ്പർച്യൂണിറ്റീസും അതല്ലെങ്കിൽ അതിന്റെ ടിപ്സുകളും നിങ്ങൾക്ക് 3 മാസക്കാലത്തേക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും ഗ്രൂപ്പിലൂടെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ആ ലൈവ് സെഷൻസിലും അതുപോലെ തന്നെ എല്ലാ ദിവസവുമുള്ള ഈവനിങ് ക്ലാസ്സുകളിലും കാണാൻ പറ്റും. ഇനി നേരത്തെ തോമസ് പറഞ്ഞ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും, ബേസിക് പോലും അറിയാത്ത ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിക്കാനുള്ള ട്യൂട്ടോറിയൽ മെത്തേഡുകൾ, ട്യൂട്ടോറിയൽ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അത് ആ 3 മാസ കോഴ്സിൽ ജോയിൻ ചെയ്ത് അന്ന് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സമയ സൗകര്യാർത്ഥം എത്രയും പെട്ടെന്ന് പഠിക്കാനുള്ള സൗകര്യം അതിനകത്ത് ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസിനകത്ത് ഉണ്ടാകുന്നുണ്ടാവും. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, തോമസ് തൊട്ട് മുമ്പേ പറഞ്ഞു, ഒരു പാട്ട് പാടിയ ഉദാഹരണം, സ്വർഗം താനിറങ്ങി വന്നതോ എന്നൊരു പല രാത്രി നമ്മൾ കേട്ടപ്പോൾ അതാണ് ആ രീതിയാണ് ശരിയെന്നും അത് നമ്മുടെ ബ്രെയിൻ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അതാണ് ശരി, അതാണ് ശരിയ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു രീതി മാറ്റാനുള്ള ചെറിയ കാഴ്ചപ്പാട് കിട്ടിയാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. വെറും ജസ്റ്റ് ഒരു 2000 രൂപ പങ്കെടുക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, 2000 രൂപ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ പ്രോഫിറ്റും ഒരു ദിവസത്തെ ലോസൊക്കെ വരുന്നില്ല. അതൊരു പരീക്ഷണം. എനിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു അവസരം. അതാണ് ഈ 24-ാം തീയതി ഈ ശനിയാഴ്ച, മറ്റന്നാൾ ശനിയാഴ്ച കോഴിക്കോട് മലപ്പുറയിലുള്ള മാനുവൽസൺസ് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒരു ഒരു മെസ്സേജ് വന്നിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ഇപ്പൊ 10 20 ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് 30-35 വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ കാഴ്ചപ്പാട് മാറ്റത്തിലൂടെ തന്നെ നമുക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള അപ്രോച്ച്, നമ്മളുടെ സമീപന മാറ്റത്തിലൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ച് നമ്മളുടെ ട്രേഡിംഗിലേക്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്താണോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ട് നല്ല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഈ ഒറ്റ കോഴ്സ് കൊണ്ട് നിങ്ങൾ സഹായിക്കും. അപ്പോ ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കുക. ഈ 2000 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി. 24-ാം തീയതി കോഴിക്കോട് മാനുവൽസൺസ് മലബാർ പാലസ് ഹോട്ടലിൽ. സാറ്റർഡേ ആണ് സാർ നമുക്കിപ്പോ ക്ലാസ്. അതല്ലെങ്കിൽ സാർ ഒന്ന് വിളിച്ചാൽ മതി, വേറൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നേരിട്ടുള്ള ക്ലാസ് നേരിട്ട് പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാവും. മാത്രമല്ല നമ്മളൊക്കെ നേരിട്ടുള്ള ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫിൽ, നമ്മളുടെയൊക്കെ ബ്രെയിനിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, നമ്മളിൽ നമ്മൾ പോലും അറിയാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ശേഷി ഒളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും, നിങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അപൂർവമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ശേഷി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശേഷി നിങ്ങൾക്ക് ആ 24-ാം തീയതി ക്ലാസ്സിൽ അനുഭവിച്ചറിയാൻ പറ്റും. വെറുതെ കണ്ടോ കേട്ടോ അല്ല, തൊട്ടനുഭവിച്ചറിയാൻ പറ്റും. എന്റെ മൈൻഡിൽ ഇതുപോലെ, എന്റെ ബ്രെയിനിൽ, എന്റെ ശരീരത്തിൽ എന്നിൽ ഇതുപോലെ ഒരു ശേഷി ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും 24-ാം തീയതി ക്ലാസ്സിൽ. നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് സാറേ, ഈ ക്ലാസ്സിന്റെ ഡേറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അടുത്ത ക്ലാസ്സിന്റെ ഡേറ്റ് അറിയിക്കാം കേട്ടോ. 9605633033 എന്ന നമ്പർ നോട്ട് ചെയ്തോളൂ. 9605633033 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് 2000 രൂപ അഡ്വാൻസ് അടച്ച് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ധൈര്യമായിട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല എന്നറിയാം. വെറുതെ പറ്റിക്കപ്പെടുന്ന ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് 2000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. പിന്നെ 2000 14,000 ഒന്നും വലിയ തുകയായിട്ട് ഒരിക്കലും കാണുകയും വരുത്. കാരണം ഈ 2000 14,000 ഒക്കെ വലിയ തുകയായി കാണുന്നവരുടെ ബ്രെയിനിന് നേടാൻ കഴിയുന്ന വലിയ തുകകളും അതൊക്കെ തന്നെയായിരിക്കും. സാർ, എറണാകുളത്ത് 31-ാം തീയതി ശനിയാഴ്ച, ഓഗസ്റ്റ് 31-ാം തീയതി ശനിയാഴ്ച
എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടൽ ലൂമിനാര. പിന്നെ ഈ സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഉപയോഗിക്കാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ, ക്ലാസ്സിനെ കുറിച്ചോ, കോഴ്സിനെ കുറിച്ചോ, മാർക്കറ്റിനെ കുറിച്ചോ, മൈൻഡിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം ഈ സമയം കേട്ടോ. ഈ നമ്പർ നോട്ട് ചെയ്തോളൂ. ഇതിൽ ഗൂഗിൾ പേ ഉണ്ടാവും. ക്ലാസിന്റെ എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി. ഈ നമ്പറിൽ ഗൂഗിൾ പേ 2000 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ക്ലാസ് പങ്കെടുത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം 100% തൃപ്തിയായെങ്കിൽ മാത്രം ബാക്കി ഫീസ് അടച്ച് 3 മാസത്തെ കോഴ്സ് ജോയിൻ ചെയ്തു. കൊച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 31-ാം തീയതി ഓഗസ്റ്റ് 31-ാം തീയതി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലുമിനാര ഹോട്ടലിലാണ് ക്ലാസ്. കൊച്ചിയിൽ, പാലക്കാടില്ല, കൊച്ചിയിലും കോഴിക്കോടും മാത്രമുള്ളൂ. ടൈം എല്ലായിടത്തും സെയിം ആണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45-6 മണി വരെയാണ് ക്ലാസ്സിന്റെ. കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോട് മാത്രമാണ് ക്ലാസ് ഉള്ളത്. പിന്നെ ഉള്ളത് ദുബായിലാണ്. ദുബായില് സെപ്റ്റംബർ 21-ാം തീയതി സാറേ 22-ാം തീയതി ഞായറാഴ്ചയാണ് ദുബായിലെ ക്ലാസ്. ഖത്തറിലുണ്ട്. ഖത്തറിലെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. കൊച്ചിയിലെ ഹോട്ടലിന്റെ നെയിം ലുമിനാര, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലുമിനാര എന്നുള്ള ഹോട്ടലാണ് ലുമിനാര. അത് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകുന്നു, ഈ ഞങ്ങൾ രണ്ടുപേരുടെയും ഈ സെഷൻ കേട്ടവർക്ക് മനസ്സിലാവും, വളരെ ജെനുവിൻ ആയിട്ട് തന്നെ, വളരെ ഉത്തരവാദിത്വത്തോടെ, ഏറ്റവും ഉത്തരവാദിത്വത്തോടെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാം. അത് ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ധൈര്യമായി വന്നത് അനുഭവിച്ചറിഞ്ഞോളൂ. ജസ്റ്റ് 2000 രൂപ മാത്രമേ നിങ്ങൾക്ക് അതൊന്നും റിസ്ക് അല്ല എങ്കിൽ പോലും ഇത് റിസ്ക് ആണെന്ന് കരുതുന്നെങ്കിൽ ജസ്റ്റ് 2000 രൂപയുടെ കേസേ ഉള്ളൂ. അത് ആ 2000 മാത്രം പേ ചെയ്ത് വന്ന് പങ്കെടുത്ത് നിങ്ങൾക്കത് അനുഭവിച്ച് വിലയിരുത്താം. തീർച്ചയായിട്ടും എന്താ ഉത്തരവാദിത്തമുള്ള എല്ലാവരുടെയും ലക്ഷ്യമാണ് പണം. പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഒരു ജോലി കൊണ്ട് നേടാൻ കഴിയുന്ന ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ, ബിസിനസ് ചെയ്തെങ്കിലേ ലിമിറ്റ് ഇല്ലാത്ത പണം നേടാൻ കഴിയുള്ളൂ. മറ്റെന്ത് ബിസിനസ്സുകൾക്കും നിരവധി കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ മറ്റൊന്നുമില്ല. അവനവന്റെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് അവനവന്റെ വിരൽത്തുമ്പോൾ പണം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മേഖലയാണ്. ധൈര്യമായിട്ട് വന്ന് പങ്കെടുത്തോളൂ. എല്ലാവരെയും വിജയിപ്പിക്കാൻ കഴിയും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾക്ക് ആ നേരിട്ടുള്ള ക്ലാസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആരൊക്കെ ഉറപ്പിക്കാൻ കഴിയും. ആദ്യ ദിവസത്തെ ആ നേരിട്ടുള്ള ക്ലാസ്സിൽ തന്നെ ആ രാകേഷ് ജുംജുത്മാല അത്രയും നേടുന്ന ഫോർമുലയും മാർക്കറ്റിൽ വിജയിക്കാനുള്ള രഹസ്യങ്ങളും എല്ലാം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയവുമുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാം. അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകുന്നു. ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഇതിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ വിജയിപ്പിക്കാമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഉറപ്പ് നൽകുകയും ചെയ്തു. ഹലോ സർ. ഹലോ. നമ്മളിപ്പോ ഇതില് ആദ്യമായിട്ട് ഇതുവരെ ട്രേഡ് ഒന്നും ചെയ്യാത്ത വ്യക്തികൾ ഈ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? തീർച്ചയായിട്ടും. കാരണം എപ്പോഴാണെങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു നേട്ടം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തുടങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ ചിന്തിച്ചു നോക്കി, 90% ആളുകൾ പരാജയപ്പെട്ട മെത്തേഡുകളും രീതികളാണ് പഠിക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലതല്ലേ ഈ ഒരു മേഖലയിലേക്ക് SMT-യോടൊപ്പം വന്ന് ഈ ഒരു മെത്തേഡുകൾ പഠിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അതായത് ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അതുപോലെ എല്ലാ ദിവസവും മാർക്കറ്റ് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെ ബേസിക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വീഡിയോ നൽകുന്നതാണ്. അപ്പം ഈ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാനുള്ള ഏറ്റവും മികച്ചൊരു മാർഗമാണ് SMT-യുടെ കോഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനെ കുറിച്ചൊരു തീരെ നോളജ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ ഒരു ടീമിനോടൊപ്പം നിന്നാൽ ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്താൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായ പോലെ. അതെ അതെ, തീർച്ചയായിട്ടും അതുണ്ടാവും. ധൈര്യമായിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. നമ്പർ നോട്ട് ചെയ്തോളൂ. 9605633033 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വാട്സപ്പായിട്ടോ ഫോൺ കോളായിട്ടോ ചോദിക്കാം. വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം. 9605633033 എന്ന നമ്പറിൽ തന്നെ ഗൂഗിൾ പേയും ഉണ്ട്. ജസ്റ്റ് 2000 റുപ്പീസ് അഡ്വാൻസ് അടച്ച് നിങ്ങൾക്ക് സീറ്റും ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ശനിയാഴ്ച കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ നേരിൽ കാണാം. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. See you. Bye. സാറിന്റെ അനുവാദത്തോടെ. സർ പ്ലീസ്. താങ്ക് യു. അപ്പൊ കോഴിക്കോട് വെച്ച് കാണാം. താങ്ക് യു. ബൈ.